ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ സ്വന്തം ശരീരത്തിന് മേൽ കൈവച്ചിട്ട് പറ, രോഗത്തിനോ രോഗശക്തിക്കോ രോഗാത്മാക്കൾക്കോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അവകാശമില്ല. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് വായ്പ മേടിക്കാതെ നന്മ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ കർത്താവിൻ്റെ മഹത്വത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പിന്നെയും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ നമുക്ക് മുന്നോട്ട് പോകാം. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തുതിക്കുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. തൻ്റെ പ്രവർത്തിയാൽ ദൈവം നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഇത് വലിയ പ്രതീക്ഷയോടെ വലിയ പ്രത്യാശയോടെ വലിയ ഉറപ്പോടെ കർത്താവിൻ്റെ വചനം കേൾക്കണം. കർത്താവ് നമ്മുടെ നടുവിൽ വീര്യം പ്രവർത്തിക്കും. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. നമ്മളത് കാണും, നമ്മളത് അനുഭവിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതൊരു അത്ഭുത സാക്ഷ്യമായി തന്നെ ദൈവം നിങ്ങളെ മാറ്റുവാൻ ഇടയായിത്തീരും. നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ പോവാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗത്തിൽ ചുരുക്കം ബാക്കി പറഞ്ഞോട്ടെ. എന്താണ് വചന ചിന്ത? ഇയ്യോബിന്റെ അധ്യായം 3:25. പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വചനത്തെ മുറുകെ പിടിച്ച് അതിനെ ജയിക്കുക. ദോഷങ്ങളാൽ ദൈവം നമ്മെ പരീക്ഷിക്കുന്നില്ല. ദൈവത്തിലുള്ളവൻ അനാവശ്യ ചിന്ത വേണ്ട. വാഗ്ദത്തം ചെയ്ത വചനം പറഞ്ഞ പരീക്ഷകളെ ജയിക്കണം. നമ്മള് പലരും ഒരേ കാര്യം തന്നെയാണ് എങ്കിൽ പോലും നമ്മള് പരീക്ഷ നമുക്ക് മുമ്പിൽ വരുമ്പം അതിനെ തിരിച്ചറിഞ്ഞ് ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമല്ല അത്രയെന്ന് വചനത്തിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക എന്നുള്ളതാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടാം. കർത്താവിൻ്റെ വചനത്താൽ ശക്തിപ്പെടാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവർത്തികളാൽ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. ദൈവസന്നിധിയിൽ നിന്ന് വിശ്വസിക്കാം. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വായിക്കാം. കർത്താവ് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശക്തിക്കും മഹത്വത്തിനും എല്ലാമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വചനം കേട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ബലപ്പെടാം. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്, പരിചിതമായ വാക്യമാണ്. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, വിശ്വാസം വരുന്നത് കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും മാത്രമേ പറയാം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആമേൻ. നമുക്കറിയാം, വചനം കേട്ട് കഴിയുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ദൈവവചനം എന്നുള്ളത് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന ഒരു വചനമാണ്, അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയൊരു ഘടകമാണ് ദൈവത്തിന്റെ വചനം. ഒരു വാക്യം നിങ്ങൾ ഒരാളെ പെട്ടെന്ന് എടുക്കണം. അപ്പോൾ പത്രോസ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞ് ആഴത്തിലേക്ക് നീക്കി വലയിറക്കാന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറയുന്നുണ്ട്, ഉടനെ പത്രോസ്ലീഹ പറയുന്നുണ്ട്, നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം എന്ന് പറയുന്ന സുവിശേഷ ഭാഗം വേഗത്തിലൊന്ന് എടുത്താട്ടെ. അപ്പം ഇവിടെ നിങ്ങൾ ഈ വചനം നോക്കണം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. നോക്കിയേ, അപ്പൊ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും. സുവിശേഷത്തിലെ വാക്യമാണ്. കർത്താവ് ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറയുമ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും ലഭിച്ചില്ല, എങ്കിലും നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പത്രോസ്ലീഹ പറയുന്ന വാക്കുണ്ട്. ആ വചനം ഒന്ന് വേഗത്തിൽ ഒരാൾ ഒന്ന് എടുത്താട്ടെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? നമ്മൾ പലപ്പോഴും ദൈവവചനം, ദൈവം നമുക്ക് വിശ്വാസം തരുന്നുണ്ട്. ദൈവം തരുന്ന വിശ്വാസത്തിൻ്റെ അകത്തു മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികളെ കാണാനും ദൈവപ്രവർത്തികളെ അനുഭവിക്കുവാനും കഴിയത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം,
ദൈവം തരുന്ന വിശ്വാസമുണ്ട് അല്ലേ? ദൈവം നമുക്ക് തരുന്ന വിശ്വാസമുണ്ട്. ദൈവം തരുന്ന വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഒരു സാധാരണ വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പം പഠിച്ചു വന്നിട്ടുള്ള കണ്ടു വന്നിട്ടുള്ള വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ദൈവപ്രവൃത്തികളെ കൊണ്ടുവരുവാൻ കഴിയത്തില്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിലേക്ക് ആ വാക്ക് കാണിച്ചെടുത്തവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് ഒത്തിരി ആൾക്കാരെ വാക്കിയെടുത്തു. കർത്താവ് സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ഇങ്ങനെ വാക്യം ചാടി എടുക്കുന്നവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വത്സമ സഹോദരി എടുത്തു, അജയ സിസ്റ്റർ എടുത്തു, സെലീന സിസ്റ്റർ എടുത്തു, ഷൈനി, ഒത്തിരി ആൾക്കാർ ആ വചനം എടുത്തു വന്നു. ഷീല സിസ്റ്റർക്ക് എടുത്തു വന്നു, ബിന്ദു സിസ്റ്റർ എടുത്തു. അപ്പോൾ എല്ലാവരും ഇന്ന് ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ആ വാക്യം ഇന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ വാക്യം എടുത്ത സമയത്ത് വേഗത്തിൽ ഇത് ഓണാക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് അത് വന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആ വാക്യം അറിയാം. അപ്പോൾ നിങ്ങളൊന്ന് ഇവിടെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, വിശ്വാസം കേൾവിയാലും. നമുക്ക് ദൈവം തൻ്റെ വിശ്വാസത്തെ നമുക്ക് തരികയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലെ സകല വിഷയത്തിൻ്റെ മേൽ അത്ഭുത സാക്ഷ്യം തരാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ വിശ്വാസം ലഭിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഫെയ്ത്ത് കംസ് ഫ്രം ഹിയറിംഗ്. അപ്പം വിശ്വാസം വരുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസം നമ്മളിലേക്ക് വരികയാണ്. വിശ്വാസം വരുന്നതോ കേൾവിയാലാണ്. ബൈബിൾ പറയുന്നു, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്താൽ. അപ്പൊ ദൈവം നമ്മളെ വചനം കേൾപ്പിക്കുന്നത് നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയാണ്. വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവപ്രവൃത്തികൾ ഉണ്ടാകത്തുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നിങ്ങൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞാനൊരു ലൂക്കോസ് ലീഹായുടെ 5-ാം അധ്യായത്തിലെ വാക്യം എടുത്തിട്ട് ഞാൻ വേഗത്തിൽ വരാം. ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ അവിടെ പിൻ ചെയ്ത് കാണാൻ പറ്റും. ഈ സൂം പ്രെയർ ലൈവായിട്ട് നടക്കുന്ന എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9 മണിക്ക് നടക്കുന്ന ഈ സൂം പ്രെയറിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ പ്രെയറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പങ്കുചേരാം. ആ ലിങ്ക് അവിടെ തന്നെ, ജസ്റ്റ് ലിങ്കിൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ പാസ്വേഡ് അവിടെ തന്നെയുണ്ട്. അതിലൂടെ ഈ പ്രാർത്ഥനയിൽ പ്രവേശിക്കാവുന്നതാണ്. ആമേൻ. ഇവിടെ വചനം പറയുന്നു, ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, യേശുക്രിസ്തു സംസാരിച്ച് തീർന്നതിന് ശേഷം ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. നോക്കിയേ, എന്ന് പറഞ്ഞു, യേശു പറഞ്ഞു. അതിന് പത്രോസ്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിനാൽ ഞാൻ വല ഇറക്കാം. നോക്കിയ, വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിക്കോ, വല ഇറക്കാം. അപ്പൊ പത്രോസ് ലീഹായുടെ മനസ്സിൽ യേശു ക്രിസ്തുവിന് മുൻപരിചയമില്ല മീൻ പിടിച്ച്. പത്രോസ് ലീഹായ്ക്ക് മുൻപരിചയമുണ്ട്. പക്ഷെ വിശ്വാസം യേശു ക്രിസ്തു ആദ്യം പത്രോസ് ലീഹായുടെ ഉള്ളത്തിൽ കൊടുത്തു. അതായത് അവിടെ മീൻ കിട്ടത്തില്ലെന്ന്, ആ സമയത്ത് മീൻ കിട്ടത്തില്ലെന്ന് പത്രോസ് ലീഹായ്ക്ക് നന്നായിട്ട് അറിയാം. രാത്രി മുഴുവൻ അധ്വാനിച്ച ആളാണ്. എവിടെ മീൻ കിട്ടുമെന്ന് നമുക്കറിയാം. മീൻപിടുത്തക്കാർക്ക് കറക്റ്റായിട്ട് അറിയാം അല്ലെ, ഏത് സമയത്ത് മീൻ പിടിക്കണം, എപ്പോൾ ചെന്നാൽ മീൻ കിട്ടും. ഏകദേശം ഒരു ഐഡിയ അവർക്കുണ്ട് അല്ലേ. നമ്മൾ ചിലപ്പോൾ ഓടിച്ചെന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ചൂണ്ടയിട്ടാൽ ചിലപ്പോൾ അവർ പറയും, ഇങ്ങനെയല്ല കേട്ടോ മീൻ പിടിക്കേണ്ടത്, ഈ സമയമല്ല കേട്ടോ മീൻ പിടിക്കേണ്ടത്, അതിനൊരു സമയമുണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് അറിയാൻ പറ്റും, ഏകദേശം അവർക്ക് അറിയാൻ പറ്റും. എന്നാൽ പത്രോസ് ലീഹ യേശു പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ പത്രോസ് ലീഹായുടെ ബുദ്ധിയിലുണ്ടാകുന്ന വിശ്വാസം പോരാ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, യേശു എന്ന അവിടെ തന്നെ പറയുന്നുണ്ട്, യേശു തച്ചന്റെ മകനായിട്ടാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ യേശുവിനെ പോലൊരു സാധാരണക്കാരനായ ആ കാലഘട്ടത്തിൽ മരപ്പണി ചെയ്യുന്ന പിതാവിന്റെ മകനായ യേശു വന്നിട്ട് മീൻപിടുത്തക്കാരനായ മുക്കുവ ജീവിതം നയിക്കുന്ന പത്രോസ് ലീഹായോട് വന്നിട്ട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ പറഞ്ഞാൽ പത്രോസ് ലീഹ എടുത്തു വായിക്കി അദ്ദേഹം പറയും, ഞാൻ വർഷങ്ങളായിട്ട് മീൻ പിടിക്കുന്ന ആളാണ്, എന്നെ ഉപദേശിക്കുവാൻ എവിടുന്നാണ് നിനക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയായിരിക്കും പറയുന്നത് അല്ലേ. മീൻ പിടിക്കുന്ന ഒരാൾ വന്നു പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചിരിക്കും. പക്ഷെ മീൻപിടുത്തവുമായിട്ട് പരിചയമില്ലാത്ത ഒരാൾ വന്നു പറഞ്ഞാൽ ഒരിക്കലും ഏറ്റെടുക്കത്തില്ല. പക്ഷേ യേശുക്രിസ്തു ആദ്യം ചെയ്തത് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. ഇത് പത്രോസ് ലീഹ കേട്ടു.
എന്തിനാ ഇത് കേൾപ്പിക്കുന്നതെന്നറിയാവോ? പത്രോസ്ലീഹ വിശ്വാസത്താൽ ഇറങ്ങണമെങ്കിൽ പത്രോസ്ലീഹായുടെ അകത്ത് ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വാക്കകത്ത് വേണം, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്ന വിശ്വാസം വേണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവത്തെ വിശ്വസിക്കുന്ന വിശ്വാസം ഉള്ളത്തിൽ വേണമെന്ന് പറ. വിശ്വസിക്കുന്ന വിശ്വാസം ഉള്ളത്തിൽ വേണം. നമുക്ക് പലപ്പോഴും ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവം വിശ്വാസം തരണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ഒരാളിപ്പോൾ യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പലരും പറയാറുണ്ട്, ഭാര്യയെ വിശ്വാസത്തിൽ വന്നാൽ, ഭർത്താവ് വിശ്വാസത്തിൽ വന്നാൽ, മക്കൾ വിശ്വാസത്തിൽ വന്നാൽ, അമ്മ വിശ്വാസത്തിൽ വന്നാൽ മക്കളോട് പറയും, നീ പ്രാർത്ഥനയ്ക്ക് വന്നില്ല ഞാൻ ഇപ്പോൾ തൂങ്ങിച്ചാവും, നീ പ്രാർത്ഥനയ്ക്ക് വന്നില്ല ഞാൻ ഇപ്പോൾ ഇറങ്ങിപ്പോകും. അവരെ ഫോഴ്സ് ചെയ്യാറുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, അവരെ ഫോഴ്സ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ എന്തിക്കും, ബ്രദറെ ഞാൻ എന്ത് വിശ്വാസത്തിലാണ് നിൽക്കുന്നത്, പക്ഷെ ഇവരെന്ത് ചെയ്യുന്നില്ല, ഞാൻ നിൽക്കുന്ന വിശ്വാസത്തിൽ അവർ നിൽക്കുന്നില്ല, ഇവർ ഈ വിശ്വാസത്തിലേക്ക് വരുന്നില്ല, ഇവർ വിശ്വാസത്തിലേക്ക് ഉറപ്പുള്ളവരാകുന്നില്ല എന്ന് പലരും സങ്കടപ്പെടുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ടാണ് വിശ്വാസം. നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് ദൈവത്തിന്റെ വിശ്വാസം കിട്ടിയത് കൊണ്ടാ. അവരോട് പറഞ്ഞിട്ട് അവരെന്താ അനുസരിക്കാത്തത്? നിങ്ങൾ പറഞ്ഞിട്ട് പോലും അവരെന്തുകൊണ്ടാണ് തിരസ്കരിക്കാത്തത്? അവർക്ക് ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ചിട്ടില്ല. ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ചവർക്ക് മാത്രമേ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. റോമാലേഖനത്തിലെ വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാണ്. വിശ്വാസം ഉണ്ടാകുന്നതാണ്, വിശ്വാസം തരുന്നതാണ്, വിശ്വാസം ലഭിക്കുന്നതാണ്. എങ്ങനെ? വിശ്വാസം കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ. വിശ്വാസം ദൈവം എൻ്റെ ഉള്ളത്തിൽ തരുന്നത് എന്നെ കൊണ്ട് വചനം കേൾപ്പിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ കുടുംബം വിശ്വാസത്തിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിശ്വാസം തരുന്ന വചനങ്ങൾ വീടിൻ്റെ അകത്ത് ഉറക്കെ വെക്കണം. മൊബൈലിലോ ടി വിയിലോ ഒക്കെ എന്ത് ചെയ്യണം? അയ്യോ ബ്രദറെ, നേരം വെളുക്കും മുതൽ ഞാൻ യൂട്യൂബിലെല്ലാം വെച്ചുകൊണ്ടിരിക്കുക. എല്ലാ വചനവും അല്ല, വിശ്വാസം ലഭിക്കുന്ന വചനങ്ങൾ കേൾപ്പിക്കണം. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ആ വിഷയം, ഈ വിഷയം അതല്ല കേൾക്കേണ്ടത്. വിശ്വാസം തരുന്ന പ്രസംഗങ്ങൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് വെച്ചാൽ അവരുടെ ഉള്ളത്തിലേക്ക് ഇത് പ്രവേശിക്കും. ആ പ്രവേശിച്ച വിശ്വാസം എന്ത് സംഭവിക്കുന്നറിയാവോ? അവരെ യേശുവിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൽ അവരെ വിശ്വസിപ്പിക്കുവാൻ പ്രാപ്തരാക്കും. ഇവിടെ നിങ്ങൾ നോക്കിയേ, യേശുക്രിസ്തു വന്നിട്ട് ഒന്നും മിണ്ടിയില്ല. പത്രോസ്ലീഹയെ ആ വല മേടിച്ച് അങ്ങോട്ട് ഇട്ടില്ല. കർത്താവ് ആദ്യം പറഞ്ഞു, ആഴത്തിലേക്ക് നീങ്ങി മീൻ പിടുത്തത്തിന് വല ഇറക്കുവേ. നോക്കിയേ, മീൻ പിടിക്കാൻ വേണ്ടി, വല കഴുകാൻ വേണ്ടിയല്ല, മീൻ പിടിക്കാൻ വേണ്ടി വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. ഇത് കേട്ട പത്രോസ്ലീഹയ്ക്ക് എന്തുകൊണ്ടാണ് എതിർക്കാൻ കഴിയാഞ്ഞത്? നിങ്ങൾ എവിടുന്ന് വരുന്നു, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് മീൻ പിടിച്ച് പരിചയമുണ്ടോ, ഞാൻ ആരാന്നറിയാവോ എന്ന് എന്തുകൊണ്ടാണ് പത്രോസ്ലീഹ ചോദിക്കാതെന്നറിയാവോ? ഇത് കേട്ട ഉടനെ, കേട്ട വചനത്തിൻ്റെ അകത്തൊരു വിശ്വാസമുണ്ടായി. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞിട്ട് വാക്ക് നോക്കിയേ, കർത്താവേ നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം. നോക്കിയേ, ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യേശുവിൻ്റെ വാക്കിനാൽ, അല്ലാതെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ടല്ല. ഈ വാക്യം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയേ, എല്ലാവരും സ്ക്രീനിൽ നോക്കിയേ, നിന്റെ വാക്കിനാൽ. എന്താണ് യേശുവിന്റെ വാക്ക്? റോമർ 10 നോക്കിയേ, വിശ്വാസം തരുന്ന വാക്കാണ് യേശുവിന്റെ വാക്ക്. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? ദൈവപ്രവർത്തികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ശക്തിയുള്ളതാണ് വിശ്വാസം. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ വിശ്വാസം വേണം. രോഗങ്ങൾ സൗഖ്യമാകുവാൻ വിശ്വാസം വേണം. ഏത് പ്രവൃത്തി നമുക്ക് വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം വരണമെങ്കിൽ കേൾക്കണം. കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടായി വരും. ഈ വിശ്വാസം ഉണ്ടായി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? വിശ്വാസത്തെ ഉപയോഗിക്കുന്നതിലൂടെ ദൈവപ്രവൃത്തികൾ അവിടെ ഉണ്ടായി വരും. നോക്കി, ഇങ്ങനെ നിങ്ങൾ നോക്കിയേ, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി. എങ്ങനെ ചെയ്തപ്പോൾ? യേശുവിന്റെ വാക്കിൽ വലയിറക്കിയപ്പോൾ. ചുമ്മാ ഇപ്പൊ ഞാൻ പറയുകയാണ്, ചുമ്മാ പത്രോസ്ലീഹ എന്നാ പിന്നൊന്ന് ഈ ചുമ്മാ യേശു പറഞ്ഞിട്ടൊന്നുമില്ല, വല കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു തോന്നൽ വന്നു, എന്നാ ചുമ്മാ ഒന്നുകൂടെ ഇട്ട് നോക്കിയേക്കാം എന്ന് പറഞ്ഞാൽ അവിടെ വല കീറുമാർ നന്മ കിട്ടുമോ? ഒന്ന് പറഞ്ഞേ. ഇല്ല ഇല്ല. എന്തുകൊണ്ട്? പത്രോസ്ലീഹ വല കഴുകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദിവസത്തെ പോലെ രാത്രി മുഴുവൻ അധ്വാനിച്ച് മീൻ കിട്ടിയില്ല. എന്നാൽ വീട്ടിൽ പോകാൻ നേരത്ത് ചുമ്മാ ഒരു തോന്നൽ, എന്നാൽ പിന്നെ ഒന്നും കൂടെ ഇട്ട് നോക്കിയേക്കാം. അങ്ങനെ ഇട്ടാൽ കിട്ടത്തില്ല. നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ഒരു സാധ്യതകളും ഇല്ലെങ്കിലും, ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിലും, എല്ലാ വഴിയും അടഞ്ഞ് നിൽക്കുവാന്ന് വിചാരിച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം.
എന്ത് കേൾക്കണം? നിങ്ങളുടെ വിഷയം അത്ഭുതമാകാൻ സാധ്യതയുള്ള വചനങ്ങൾ തപ്പിയെടുക്കണം. ഞങ്ങളുടെ എപ്പോഴും പറയത്തില്ല, ഇപ്പൊ രോഗികളായി ഭാരപ്പെടുന്ന ഒരു വ്യക്തി പറയുക, എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ 10 ലക്ഷം രൂപ തന്റെ ധനത്തിനത്തോളം തന്ന കൃപയ്ക്ക് നന്ദി, കടഭാരം മാറുന്ന വചനം എടുത്തുകൊണ്ട് രോഗം മാറാൻ വേണ്ടി പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനുള്ള വിശ്വാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ യേശുക്രിസ്തു വന്നിട്ട് എന്ത് ചെയ്തില്ല? പത്രോസ്ലീഹായോട് പറഞ്ഞില്ല, പത്രോസ്ലീഹായെ നിനക്ക് ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ പരിഹാസികൾ ഇരിപ്പിടത്തിലിരിക്കാതെയും ഈ വചനം യേശുക്രിസ്തു പറയുന്നില്ല. പകരം ആ സമയത്ത് പത്രോസ്ലീഹായ്ക്ക് എന്താ വേണ്ടത്? ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് യേശു പറഞ്ഞു. ആ വാക്കിനാൽ യേശു പത്രോസ്ലീഹ വലയിറക്കി. അപ്പൊ ആ വാക്ക് എന്തുണ്ടായി? പത്രോസ്ലീഹായുടെ ഉള്ളത്തിൽ വിശ്വാസത്തെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങളകത്ത് എന്തുണ്ടാകും? അനുദിനം നിങ്ങൾ വചനം കേൾക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. പക്ഷെ വിശ്വാസം വർദ്ധിച്ചതുകൊണ്ട് കാര്യമില്ല. വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് ദൈവപ്രവർത്തികൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ പറയാ, പത്രോസ്ലീഹ, ഇവിടെ മുതൽ നിങ്ങൾ ഈ വാക്ക് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യുവാണേ. പത്രോസ്ലീഹ പറയാം, കർത്താവേ നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് പത്രോസ്ലീഹ കൈയും കെട്ടി ആ ഒരു പടകിൽ നിന്ന മീൻ വന്ന് കയറുവോ? ഇല്ല. പത്രോസ്ലീഹ കൈയും കെട്ടുന്നില്ല, കേട്ട വചനത്തോട് പ്രതികരിച്ചു. കേട്ട വചനത്തോട് പ്രതികരിക്കണം. നോക്കിക്കേ, നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ വചനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും വചനം കേൾക്കാറുണ്ട്, അവർ വചനത്തെ വിശ്വസിക്കാറുണ്ട്, കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കാറുണ്ട്, വിശ്വാസത്താൽ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ എവിടെയാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വചനം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ അകത്തൊരു വിശ്വാസം ഉണ്ടാകുന്നുണ്ട്. ഇനി ഞാൻ പറയാം, വിശ്വാസം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആശിക്കുന്ന കാര്യങ്ങളുടെ നിശ്ചയം തരുന്നതാണ് വിശ്വാസം. എബ്രായ ലേഖനത്തിൽ പറയുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്ത കാര്യങ്ങൾ, ഉദാഹരണം പറയാം, നിങ്ങളുടെ വീടിന്റെ അകത്ത് ഒരു സമാധാനമില്ല, സന്തോഷവുമില്ല, കുടുംബം മുഴുവനും വല്ലാത്തൊരു അവസ്ഥയിൽ കടന്നു പോകുന്നു, ഭർത്താവിന് മദ്യപാനം, കുടുംബത്തിൽ തലമുറ രക്ഷപ്പെട്ടിട്ടില്ല, രോഗത്തിലൊക്കെ ഭാരപ്പെടുകയാണ്, പക്ഷെ എത്ര പ്രാർത്ഥിച്ചിട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ല, പ്രാർത്ഥിച്ചു മടുത്തിരിക്കുകയാണ്. ആ സമയത്താണ് ബ്രദറിന്റെ വചനം കേൾക്കുന്നത്, വിശ്വാസം ഉണ്ടാകണമെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ കുടുംബത്തെ പറ്റിയുള്ള വചനം കേട്ട്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും, എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. യേശുക്രിസ്തു എൻ്റെ രോഗത്തെ വഹിച്ചു, കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എൻ്റെ പുറകെ വരും, ഐശ്വര്യവും സമ്പത്തും എനിക്കുണ്ടാവും, ഞാൻ വായ്പ മേടിക്കത്തില്ല. ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വചനം മൊത്തം നിങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും കേൾക്കുവാന്നിരിക്കട്ടെ. ഇത് എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കുന്നവരുടെ ഉള്ളത്തിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നറിയാവോ? വിശ്വാസം ഉണ്ടായി വരും. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ, നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ നടക്കുമെന്ന് ഉള്ളിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെയോ ഒരു ഉറപ്പ് വരുന്നു. അത്രയും നാളും നടന്നാൽ മതിയായിരുന്നു, ശരിയായാൽ മതിയായിരുന്നു, ഇതൊക്കെ മാറുമോ, പിശാചും പോരാട്ടവും ബന്ധനവും സാത്താനും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ എവിടെയൊക്കെയോ ഒരു ട്യൂബ് ലൈറ്റ് കത്തുന്നത് പോലെ ഒരു മനസ്സിന്റെ അകത്തൊരു ചിന്ത, അത്ഭുതം നടക്കും. എവിടുന്നോ ഒരു നിശ്ചയം, എവിടുന്നോ ഒരകത്തുനിന്നൊരു ഉറപ്പ് ആരുടെയും ഉള്ളത്തിൽ വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ വചനം കേൾക്കും, ആരുടെയെങ്കിലും ഉള്ളത്തിൽ, ബ്രദർ ഇത്രയും നാൾ എനിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് എവിടുന്നൊക്കെയോ ഒരു ഉറപ്പോ എന്തൊക്കെയോ അറിയത്തില്ല, ഒരു വിശ്വാസം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയേ, ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറയാം എന്തുകൊണ്ടാ പ്രോത്സാഹിപ്പിക്കാന്ന് പറഞ്ഞാൽ, യേശുവിന്റെ വാക്ക് കേട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന വല
തിരിച്ചിറക്കണമെങ്കിൽ ഈ മീൻപിടുത്തമൊക്കെ ആയിട്ട് പരിചയപ്പെടുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ വല കഴുകി തിരിച്ച് അടുത്ത ദിവസത്തേക്ക് വേണ്ടി അത് പടകിലോട്ട് മടക്കി വെക്കുന്ന ആൾക്ക് തിരിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചൂണ്ടയെ കൊളുത്തി മീൻ പിടിക്കുന്നത് പോലെ നിസാരമായിട്ട് എടുക്കാൻ പറ്റുന്നതാണോ ഈ വല? ഒന്ന് പറ. കഴുകി നല്ല വൃത്തിയാക്കി വല കഴുകി വെച്ചിരിക്കുക. ആ അല്ലല്ല. മീൻപിടുത്തക്കാരും ഒക്കെ ആയിട്ട് പരിചയമുള്ള ആൾക്കാരൊന്ന് പറഞ്ഞു. അത് നിസ്സാര കാര്യമല്ല. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ മീൻപിടുത്തക്കാർ തന്നെ ആ വല വീശുന്ന സമയത്ത് നിസ്സാര പരിപാടിയൊന്നുമല്ല. അവര് മുഴുവൻ ഇങ്ങനെ അടുക്കി അത് പ്രത്യേക രീതിയിലേക്കാണ് വരുന്നത് വീശുന്നത്. അപ്പൊ വെല്ലിക്കാട്ടം വലയെല്ലാം കൂടെ ഇവരത് നന്നായിട്ട് കഴുകി തിരിച്ച് നല്ലതായിട്ട് ബൈബിൾ പറഞ്ഞേക്കുന്നത് യേശു അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വല കഴുകിക്കൊണ്ടിരിക്കുക. തിരിച്ച് വല കഴുകി തീരാറായി. യേശു അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴേക്കും വല കഴുകി തീരാറായി. ഈ കഴുകി കോരി വെച്ചിരിക്കുന്ന വല തിരിച്ചിറക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. ചൂണ്ടയിടുന്ന പോലെ അല്ല കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ചെയ്യണമെങ്കിൽ അകത്തൊരു ഉറപ്പ് വേണം. അകത്തുറപ്പുള്ളവന് മാത്രം അങ്ങനെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അകത്ത് അങ്ങനെ ഉറപ്പിലോട്ട് നിങ്ങളുടെ വിശ്വാസം കയറി വരണം. ആ ബ്രദറെ, എൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഒരു ട്യൂബ് ലൈറ്റ് പോലെ എവിടെയൊക്കെ കത്തിക്കത്തി വരുന്നുണ്ട്. പോരാ 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 പോരാ. വിശ്വാസത്തിൽ ബലപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ഉള്ളത്തിൽ ഒരു ധൈര്യം കയറി വരും. നമ്മുടെ ഉള്ളത്തിലേക്ക് ഭയങ്കര ഉറപ്പ് കയറി വരും. പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ഉറപ്പ് വരുമ്പോഴാണ് നിങ്ങളുടെ അകത്തേക്ക് അസാധാരണമായ ദൈവശക്തിയെ വിളിച്ചു വരുത്തുന്ന, അത്ഭുതങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന, ദൈവപ്രവൃത്തിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. കേട്ടോണം, വിശ്വാസം എന്ന് പറയുന്നത് അളവുള്ളതാണ്. വിശ്വാസത്തിന് അളവുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവനവന് അവന്റെ അളവിൽ പകിട്ട് കൊടുത്തിരിക്കുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ വിശ്വാസത്തിന് ഒരു അളവുണ്ട്. നിങ്ങളിപ്പം ഒരു ദിവസം ആദ്യമായിട്ട് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എവിടുന്നോ കേട്ട് വലിയ സങ്കടത്തോടെ കയറി വന്നതാ. എവിടുന്നോ ബ്രദർ ഇങ്ങനെ വിളിച്ചു പോയി പറയുകയാണ്, കർത്താവ് നമുക്ക് വേണ്ടി തരും. ബ്രദർ ഇത് കേട്ടപ്പം ഒരു മനസ്സിന്റെ അകത്തൊരു കുളിർമ, ഒരു പ്രതീക്ഷ. പോരാ പ്രതീക്ഷ പോരാ, ഉറപ്പകത്തോട്ട് കയറണം. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കഴുകി വെച്ചിരിക്കുന്ന വല, അത്രയും വെയിറ്റുള്ള, അത്രയും പാടുപെട്ട് കഴുകി വെച്ചിരിക്കുന്ന വലയെടുത്ത് പിന്നെയും കടലിലോട്ട് ഇറങ്ങണമെങ്കിൽ അത്രത്തോളം ഉറപ്പകത്തോട്ട് കയറണം. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ അകത്ത് വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് ചലിക്കുന്നത്? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഇതിന് വിരോധമായിട്ടുള്ളതൊന്നും കേൾക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആരും വരുമെന്ന് വിചാരിച്ചിരിക്കില്ലേ. ഇപ്പൊ വീടിൻ്റെ അകത്ത് ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറയുവാണേ. ഒരു ഭവനം മേടിക്കുവാൻ ആഗ്രഹിക്കുക. ഉദാഹരണം പറയും, ഒരു ഭവനം മേടിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക. ഒരു പൈസ പോലും കയ്യിലില്ല, 10 രൂപ പോലും എടുക്കാനില്ല, ആരും സഹായിക്കാനില്ല, ആരും തരാനില്ല. നിങ്ങളൊരു ഭാരപ്പെട്ടിരിക്കുക. ആ സമയത്താണ് ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് 6-ാം വാക്യം നിങ്ങൾ കേട്ടു. നീ പണിയാത്ത വീടുകളും നീ നട്ടു നനച്ചിട്ടില്ലാത്ത തോട്ടങ്ങളും നിങ്ങൾ സകലം നിറച്ചിരിക്കുന്ന വീടുകൾ ഞാൻ നിനക്ക് തരും. ദൈവം പറഞ്ഞതാണ്, വീടുകൾ തരും. ബാങ്കിൽ കൊണ്ടുവന്ന് ലോൺ വെച്ചു, റിജക്റ്റ് ആയിപ്പോയി. സഹായിക്കാന്ന് പറഞ്ഞ പഞ്ചായത്തുകാർ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. പക്ഷെ ബൈബിൾ മാത്രം പറയുന്നു വീടുകൾ തരും. ആവർത്തന പുസ്തകം, റീത സൗകര്യ വാക്യം കാണിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, വീടുകൾ തരും. അപ്പൊ ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചായത്തുകാർ പറയുന്നു തരാനൊരു സാധ്യതയില്ല, ബാങ്കുകാർ പറയുന്നു ഒരു രക്ഷയില്ല. വരുമാനം നോക്കിയാൽ വീട് പോയിട്ട് ആ വീടിന്റെ എന്താ പറയുന്നത്, ഒരു കഴുക്കോല് മേടിക്കാൻ പോലുള്ള പൈസയില്ല. എന്ത് ചെയ്യും? ഒറ്റ കാര്യം, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. ബ്രദറെ, വചനം പറഞ്ഞാൽ എങ്ങനെയാ ബ്രദറെ വീടുണ്ടായി വരുന്നത്? വചനം പറയുമ്പോൾ വീടുണ്ടായി വരികയല്ല, വചനം പറയുമ്പോൾ വിശ്വാസം ഉണ്ടാവും. വിശ്വാസം എന്നാലാണ് ഗുണമെന്ന് പറയുക? വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും ഇതുവരെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം പെരയ്ക്കകത്തോട്ട് കയറി വരും. വിശ്വാസം എന്ന് പറയുന്നത് ദൈവപ്രവർത്തികളെ വിളിച്ചു വരുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു കാന്തമാണ്. അത്ഭുതത്തെ അടുപ്പിക്കുന്ന കാന്തമാണ് വിശ്വാസം. ആമേൻ. അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ എല്ലാ ദിവസവും പറയുകയാണ്, കർത്താവേ ഞാൻ ആവർത്തന പുസ്തകത്തിലെ ആ വാക്യം ഒന്ന് എടുക്കുക. എനിക്ക് തോന്നുന്നു ആ വാക്യം തന്നെ എക്സാക്ട് 11-ാമത്തെ വാക്യത്തിൽ ഇതേ വാക്യം തന്നെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ആ വാക്യം കുറച്ചും കൂടെ ആവർത്തനം 11-ൽ എനിക്ക് വന്നത് 7-ാണ് 11 എനിക്കറിയത്തില്ല. ഒന്നും കൂടെ അത് കുറച്ചും കൂടെ അത് ഡീപ്പായിട്ട് പറയുന്നുണ്ട്, വീടുകൾ തരുമെന്നുള്ളത്. ഞാനിപ്പോൾ ആവർത്തനം 6-ലെ വാക്യം എടുക്കാവേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ആവർത്തനം 6-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടു നനയ്ക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരും. നീ തിന്ന് തൃപ്തി പ്രാപിക്കും. ഞാനിത് ഇന്നാൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ വാക്യം അല്ലേ. ഒന്നുകൂടെ വാക്യം പറയുകയാണെ, നീ നിറയ്ക്കാത്ത സകല സമ്പത്ത്.
അപ്പൊ സാമ്പത്തിക അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ പലരും കളിയാക്കത്തില്ലേ? പുതിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അവർ വാ തുറന്നാൽ അനുഗ്രഹം. ഞാൻ പറയുന്നല്ല കേട്ടോ, യഹോവയായ ദൈവം പറഞ്ഞതാണ്, നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകൾ, നീ കുഴിക്കാത്ത കിണറുകൾ, നീ നട്ട് നനയ്ക്കാത്ത, നീ നിന്റെ അടുത്ത് പറയുക, എൻ്റെ അർത്ഥം ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ല, ദൈവം തരുന്നതാ. നീ തിന്ന് തൃപ്തി പ്രാപിക്കും. ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലെന്നാ പറയുന്നത്. ഇതൊക്കെ സൗഖ്യമാകും. ഇതൊക്കെ സൗഖ്യമായിട്ട് ഭക്ഷണം കഴിച്ച് തൃപ്തി പ്രാപിക്കും. അപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മെഡിക്കൽ റിപ്പോർട്ട് നമുക്ക് വിരോധം, കടഭാരം നമുക്ക് വിരോധം, രോഗം നമുക്ക് വിരോധം, കുടുംബം നമുക്ക് വിരോധം. കിണർ കുഴിക്കാൻ പോയിട്ട് ഒരു കുപ്പി വെള്ളം പോലും മേടിക്കാൻ പൈസ കാണത്തില്ലായിരിക്കും. പക്ഷെ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കും ബ്രദറെ, മനസ്സിന്റെ അകത്ത് ബ്രദറെ ഈ വചനം പറയുമ്പോൾ ഒരു ആശ്വാസം പോരാ കേട്ടോ. ആശ്വാസം എന്നുള്ളത് വെറും ആദ്യത്തെ സ്റ്റെപ്പാ. പിന്നെയും എല്ലാ ദിവസവും വചനം പറഞ്ഞത്, യഹോവ എനിക്ക് സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകൾ തരും, ഞാൻ കുഴിക്കാത്ത കിണറുകൾ എനിക്ക് തരും, ഞാൻ നട്ടു നനയ്ക്കാത്ത മുന്തിരിത്തോട്ടങ്ങൾ തരും, ഞാൻ നട്ടു നനയ്ക്കാത്ത ഒലിവ് തോട്ടങ്ങൾ തരും, ഞാൻ തിന്ന് തൃപ്തി പ്രാപിക്കും. ഷുഗറും പ്രഷറും ആന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറിയിരിക്കത്തില്ല. എൻ്റെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഏത് രോഗവും കർത്താവ് സൗഖ്യമാക്കും. ഞാൻ തിന്ന് തൃപ്തി പ്രാപിക്കും. നോക്കിക്കേ, ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ആദ്യം ഒരു സന്തോഷം, സ്വത്രം. രണ്ടാം ദിവസം മെഡിക്കൽ റിപ്പോർട്ട് നോക്കിയപ്പോൾ എല്ലാം ഹൈയാ. പിന്നെ സന്തോഷം മൊത്തവും പോയി. ഓടി വന്ന് എവിടെയോ ഏതോ ബ്രദറിനെ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചു. ഒരു സുഖം പോരാ. ഈ സന്തോഷവും സുഖവും മാത്രം പോരാ, അകത്ത് നിശ്ചയം വരണം. ഇത് തനിയാവർത്തനമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, വീടിൻ്റെ അകത്ത് ഉറക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ദിവസം നിങ്ങൾ തന്നെ വിളിച്ചു വരുത്താൻ തുടങ്ങും. ഈ ലെവലിലേക്ക് നിങ്ങൾ പോകും. ഈ ലെവലിലേക്ക് നിങ്ങൾ എത്തണം. പിന്നെ നിങ്ങളുടെ വായിന്ന് വരുന്ന വാക്കെന്നറിയാവോ? ഞാൻ നോക്കുന്നുണ്ട് ബ്രദറെ, വചനമൊക്കെ പറയുന്നുണ്ട് ബ്രദറെ, ഇതൊക്കെ മാറിയിട്ട് ബ്രദറെ എനിക്ക് നല്ല ഉറപ്പാ, അത്ഭുതം നടക്കും കേട്ടോ, എനിക്ക് വീട് കിട്ടും. ഇങ്ങനെ വിശ്വാസത്തിന്റെ അടുത്തൊരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ് കേൾവി. ഇതുകൊണ്ടാണ് പത്രോസ്ലീഹ വല കഴുകി വീട്ടിൽ പോകാൻ നിന്നയാള് വള്ളവും വലയൊക്കെ ആയിട്ട് വെള്ളത്തിലോട്ട് ചാടാൻ കാരണം. ഉറപ്പകത്തോട്ട് കയറി. ഈ ഉറപ്പില്ലെങ്കിൽ ചാടത്തില്ല, ആലോചിച്ചുകൊണ്ട് നിൽക്കും. ബ്രദറെ പോണോ, പ്രാർത്ഥനയ്ക്ക് വരണോ, വന്നാൽ വല്ലതും കിട്ടുമോ, ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പറ്റുമോ, അവിടെ ചെന്നാൽ വണ്ടി തിരിച്ച് കിട്ടുമോ, വണ്ടിക്കൂലി കിട്ടുമോ, ഇതൊക്കെ ആലോചിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം അകത്തോട്ട് കറക്റ്റായിട്ട് കയറുന്നില്ല. അകത്തോട്ട് കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. ഉറപ്പ് ഇങ്ങനെ കുറയുന്നതെന്നറിയാവോ? ഉറപ്പ് കുറയുന്നത് കേൾവി കുറയുന്നുണ്ട്. ഞാൻ പറയാം, ഒരു സാധ്യതയില്ലെങ്കിൽ പോലും ഇനി ബ്രദറെ എനിക്ക് സ്വന്തമായിട്ട് ബ്രദറെ പറയാൻ പോയിട്ട് എനിക്കൊന്ന് കരയാൻ പോലും പറ്റുന്നില്ല ബ്രദറെ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ വചനമൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് വോളിയത്തിൽ അങ്ങോട്ട് വെക്കണം. റിപ്പീറ്റ് ഓണാക്കിയിട്ട് അങ്ങോട്ട് കേട്ടോണ്ടേ ഇരിക്കണം. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിലോട്ട് ഇതങ്ങോട്ട് കയറും. എൻ്റെ വീട്ടിൻ്റെ അകത്തിരുന്നുകൊണ്ട് എൻ്റെ ആത്മാവ് അതിനെ വിളിച്ചു വരുത്തും, നന്മയെ വിളിച്ചു വരുത്തും. തലമുറയെ നോക്കിയിട്ട് പറ, അവൻ ജന്മന അവന് ബുദ്ധി കുറവാന്നാ പറഞ്ഞേക്കുന്നല്ലേ. അവൻ ഒരിക്കലും അവൻ മാറത്തില്ലെന്ന മെഡിക്കൽ സയൻസ് പറഞ്ഞു. അവൻ ഒരിക്കലും മാറത്തില്ല, അവൻ്റെ ചേഷ്ടയ്ക്കിനി വ്യത്യാസം വരത്തില്ല. ഉടനെ പറ, ഇല്ല, മരിച്ച ശരീരം. ശവാടക്കിനൊക്കെ പോകുമ്പോഴേക്കും കുറേ നേരം പോയി ആ കരച്ചിലൊക്കെ നിന്ന് കുറച്ചു നേരം ആ ഡെഡ് ബോഡിയെ നോക്കി നിൽക്കും. അമ്മൂക്ക് ശ്വാസമില്ലാതെ ഹൃദയമിടിപ്പില്ലാത്ത ഡെഡ് ബോഡി നോക്കിയിരിക്കും. എന്നിട്ട് കുറേ നേരം ആ ഡെഡ് ബോഡി നോക്കിയിട്ടൊന്ന് ധ്യാനിക്കണം. ഇതേപോലെ കിടന്ന ഇതിനേക്കാളും ചീഞ്ഞ് നാറ്റം വന്നൊരു ശരീരമായിരുന്നു ലാസറിൻ്റെത്. ഈ അങ്ങനെ ഒരു ഡെഡ് ബോഡിയെ ലാസറെ ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞപ്പോൾ അടച്ചു വെച്ചിരുന്ന കല്ലറയ്ക്കകത്ത് നാറ്റം വന്ന ശരീരത്തിൻ്റെ അകത്ത് നാറ്റവും പോയി സ്പ്രേ അടിച്ച ആളെ പോലെ പുറത്തേക്ക് ഇറങ്ങി വന്നെങ്കിൽ, എൻ്റെ കർത്താവേ, എനിക്കിതൊക്കെ വിശ്വസിക്കുവാൻ കൃപയുണ്ടാകണമെന്നല്ല പറയേണ്ടത്, കേൾക്കണം, താനിയാവർത്തനം കേൾക്കണം. എൻ്റെ തലമുറ സാക്ഷ്യമായി തീരും. നാട്ടുകാരതും ഇതും പറഞ്ഞോട്ടെ, ഡോക്ടർ പറഞ്ഞോട്ടെ, സത്യമാണ്, ഡോക്ടർ പറഞ്ഞ സത്യമാണ്, മെഡിക്കൽ റിപ്പോർട്ട് സത്യമാണ്, ലോകത്തിൻ്റെ സത്യമാണ്. അതൊക്കെ ദൈവസന്നിധിയിൽ അത് സത്യമല്ല കേട്ടോ. ലോകം പറയുന്നതെല്ലാം കേട്ടോന്നേ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏറ്റു പറയരുതേ, ലോകം പറയുന്നത് ഏറ്റു പറയരുതേ. പറഞ്ഞുള്ള കുഴപ്പമുണ്ടെന്നറിയാവോ? അത് വിശ്വസിക്കേണ്ടി വരും. അത് പറയരുത്. പകരം എന്ത് ചെയ്യണം? ബ്രദറെ നടക്കും. എൻ്റെ പൊന്നു ചേട്ടത്തി, എങ്ങനെ നടക്കാനാ, എങ്ങനെ സംഭവിക്കാനാ? ഇതൊക്കെ വലിയ കാര്യവും നല്ല എൻ്റെ ജീവിതത്തിൽ കേൾക്കുന്നത് നല്ലതായിട്ട് കേട്ടാൽ
ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ നൽകിയ ഒരു അനുഗ്രഹം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമയത്ത് ഞാൻ കുറേ കാലം മുമ്പ് എന്നോട് തന്നെ കുറേ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. എനിക്കിപ്പോൾ തന്നെ കാണും കേട്ടോ. വിശ്വാസം എന്നോട് തന്നെ പറയാൻ തുടങ്ങി. ഞാൻ നടക്കും കേട്ടോ. എപ്പോഴും ഞാൻ പറയും, എന്നോട് തന്നെ പറയും, ഞാൻ അത്ഭുതം കാണും. അപ്പം എന്നോട് തന്നെ പറഞ്ഞ് അവസാനം എനിക്ക് ശീലമായിട്ട് പോയി. അത് പറഞ്ഞ് എനിക്ക് ശീലമായി മാറി. ഞാൻ മറ്റൊരാളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ എന്നോട് സ്വന്തമായി പറയാൻ തുടങ്ങി. അതെന്ത് സംഭവിച്ചെന്ന് അറിയാവോ? ഞാൻ എന്നോട് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടു ഞാൻ. അപ്പൊ വിശ്വാസം ഈ ദിവസങ്ങളിൽ ഞാൻ ചോദിച്ചോട്ടെ, പലരോടും ഞാൻ പറയാം, തലമുറയെ പറ്റിയുള്ള വചനം ഞാൻ പറയുന്നുണ്ട് ബ്രദറെ, എനിക്കിതല്ല കേൾക്കേണ്ടത്. ഉറപ്പകത്തോട്ട് വരുന്നത് വരെ എല്ലാ ദിവസവും പറയണം, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയും അറിയും. തലമുറകളുടെ പേര് പറഞ്ഞിട്ട്, ഞാനിപ്പോൾ എൻ്റെ തലമുറയുടെ പേര് പറയാം, ജോഷുവയെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട മകനെന്ന് പറയും. ഞാനത് കേൾക്കും. മനസ്സും ശരീരവും ഒക്കെ നമുക്ക് വിപരീതമാണെങ്കിലും നിങ്ങളത് തനിയാവർത്തനമായി എല്ലാ ദിവസവും പറയും. എന്താണെന്നറിയോ? എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എനിക്ക് ഉറപ്പ് കിട്ടണമെന്ന് പറ. എനിക്ക് ഉറപ്പ് കിട്ടണം. എൻ്റെ കൂടെ ഒന്ന് പറ, എനിക്ക് പത്രോസ്ലീഹായെ പോലെ കടലിലോട്ട് ചാടണമെന്ന് പറ. എനിക്ക് പത്രോസ്ലീഹായെ പോലെ വല കീറുമാറ് മീൻ വേണമെന്ന് പറ. അങ്ങനെ ചാടണമെങ്കിൽ ഉറപ്പ് വേണം. നമുക്കിപ്പോൾ എന്നാ പറ്റുന്നറിയോ? നമ്മൾ വചനം എല്ലാം കേൾക്കുന്നുണ്ട്, അവിടെ ഇവിടുന്ന് എല്ലാം പോയി വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ അകത്ത് ചാട്ടം പറ്റുന്നില്ല, വിശ്വാസത്താൽ ഇറങ്ങാൻ പറ്റുന്നില്ല, ഉറപ്പ് കിട്ടുന്നില്ല. എങ്ങനെയാ ഉറപ്പ് വരുന്നറിയാവോ? ഉറപ്പ് വരുന്നതിന്റെ അർത്ഥം നിങ്ങൾ പിന്നെ സംസാരിക്കുന്നത് മുഴുവൻ ഇതായിരിക്കും. ഉറപ്പ് വന്നു എന്നറിയാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പിന്നെ പ്രാർത്ഥനാ വിഷയം പറയത്തില്ല, പകരം ഉറപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ പിന്നെ പ്രാർത്ഥനാ വിഷയമല്ല പറയുന്നത്, ഉറപ്പാ പറയുന്നത്. തെളിവ് ഞാൻ പറയാം. ഞാൻ ആ വാക്യം എടുക്കുന്നില്ല, എപ്പോഴും എടുക്കുന്ന വാക്യമാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചപ്പോൾ ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് യോശുവ പറയുന്നൊരു വാക്യമുണ്ട്. അവർ ഈ ഒറ്റുകാർ വന്നിട്ട് പറയുന്നൊരു വാക്കാണ്, നമുക്കിനി ആ ദേശം കിട്ടത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്കിപ്പോൾ അത് വലിയ പ്രശ്നമാണ്, അതിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല, നമ്മൾ വെട്ടിക്കിളിയെ പോലെയാണ്, ഞങ്ങൾക്ക് അങ്ങനെ എല്ലാം പറയുന്ന സമയത്ത് യോശുവ പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് അവരുടെ ഹൃദയത്തെ കലക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അവരുടെ ഹൃദയത്തെ കലക്കുന്നത്? മോശ പറയുന്നുണ്ട്, യോശുവയും പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ഹൃദയത്തെ കലക്കുവാണ്. അതന്നെ യോശുവയുടെ ഹൃദയം കലങ്ങാത്തത്. യോശുവയുടെ ഹൃദയം കലങ്ങാത്തതിന്റെ കാര്യം, യോശുവയുടെ അകത്തും മൊത്തവും കനാൻ ദേശമാണ്. ചോദ്യം, താങ്കൾ കനാൻ ദേശം കണ്ടിട്ടുണ്ടോ? ഇല്ല. താങ്കൾ കനാൻ ദേശത്തെ പറ്റി വല്ലതും അറിയാവോ? ഇല്ല. പിന്നെ എന്തോ ഇത്ര ഉറപ്പ്? എല്ലാ ദിവസവും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട അന്ന് മുതൽ പറയാൻ തുടങ്ങി, യഹോവയാൽ ഞാനിത് കാണും. എപ്പോഴും ഞാൻ ചിന്തിക്കുക, യോശുവയും കാലേബും ദൈവത്തോട് പറ്റിയിരിക്കുക. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും പോയിട്ട് ദൈവത്തെ ഇങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ടിരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. അവരാ പറഞ്ഞ കാര്യത്തെ തന്നോട് തന്നെ പ്രവചിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കനാനി കയറും, ഞങ്ങൾ പാലും തേനും ഒഴുകുന്ന ദേശം കാണും, ഞങ്ങൾ കയറും, ഞങ്ങൾ കാണും, ഞങ്ങൾ അനുഭവിക്കും. ഇതാ ദൈവത്തോട് പറ്റിയിരിക്കുന്നത്. നമ്മൾ എനിക്ക് ദൈവത്തോട് പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇടവും വല വരുന്നുണ്ട്, ദൈവത്തെ തിക്കി നിൽക്കുക എന്നുള്ളതല്ല. ബസ്സേ കയറുമ്പോൾ നമ്മൾ തിക്കാറില്ല, അതല്ല. ഇവരോട് തന്നെ പറയാൻ തുടങ്ങി. കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും പെറുപെറുക്കാൻ തുടങ്ങിയപ്പം ഇവർ പറഞ്ഞു, ഞങ്ങൾ കനാനി കയറും. തുടങ്ങിയത് മോശ പറഞ്ഞതാണ്. പിന്നെ യോശുവയും കാലേബും പറഞ്ഞു തുടങ്ങി. അവർക്കത് കാണാൻ ദൈവം കൃപ കൊടുത്തു. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ തനിയാവർത്തനമായി കേട്ട്, ആ കേൾക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾക്കകത്ത് ഉറപ്പെപ്പെടാൻ വരുന്നത്, നിങ്ങളത് പറയാൻ തുടങ്ങും, നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ അതങ്ങ് നിറയും. നിങ്ങളുടെ കാഴ്ചകൾ മൊത്തം നിരാശയല്ല, പിന്നെ ഭയങ്കര ഒരു ഉറപ്പിൻ്റെ അകത്ത് നിന്ന് വർത്താനം പറയുന്നത്. ഞാൻ വന്നിട്ട് പറയും, സഹോദരി ഡോക്ടർ എന്നാ പറഞ്ഞു? ആ ബ്രദറെ, ഡോക്ടർ എന്തും പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നോക്കിയപ്പോൾ മുഴുവൻ വിരോധാ ബ്രദറെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞാൻ അത്ഭുതം കാണും. കണ്ടോ, ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ എന്നെ ബലപ്പെടുത്തി. കണ്ടോ, ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്ന മെഡിക്കൽ റിപ്പോർട്ട് കണ്ടു, ഡോക്ടർ പറഞ്ഞു ഇനി അധികം ആയുസില്ല.
സമാധാനിപ്പിക്കാൻ വേണ്ടി വന്ന് എന്നെ ബലപ്പെടുത്തി വിട്ടു. ഇതാണ് അകത്തോട്ട് ഉറപ്പ് കയറുന്നത്. ഇങ്ങനെ ഉറപ്പ് വന്നാൽ ഗുണമെന്നറിയാവോ? അത്ഭുതത്തിന് പിന്നെ കയറാതിരിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് പത്രോസ് ലീഗ കഴുകി വച്ചിരിക്കുന്ന വലയുമായിട്ട് പിന്നെ കടലിൽ ചാടിയതിന്റെ കാരണം കേട്ടതകത്ത് വിശ്വാസമായി മാറി. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അവിടെ ഇവിടെയും പോയിരുന്ന വചനം കേൾക്കാതെ വിശ്വാസം തരുന്ന വചനം കേൾക്ക്. ആരോ പറഞ്ഞു, നിങ്ങളിങ്ങനൊന്നും പോരാ കേട്ടോ, ഇച്ചിരി ബുദ്ധിമുട്ടാണ് രക്ഷപ്പെടാൻ വേണ്ടി, അവിടെ നിന്നൊക്കെ ഓടി രക്ഷപ്പെടും. സത്യവചനം കേൾക്ക്. ദേശങ്ങൾ, പട്ടണങ്ങൾ, രാജ്യങ്ങളിൽ നിങ്ങളൊരു അനുഗ്രഹമായി തീരും. ബൗണ്ടറികളെ നിങ്ങൾ ബ്രേക്ക് ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും ലിമിറ്റേഷന്റെ വചനം കേൾക്കരുത്. പരിമിതിയുടെ വചനം, അസാധ്യങ്ങളുടെ വചനം വാക്കുകൾ കേൾക്കരുത്. അസാധ്യങ്ങളെ പറ്റി കേൾക്കരുത്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, അസാധ്യങ്ങളെ പറ്റി കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞു. അവിടെ പ്രശ്നം അസാധ്യങ്ങളെ പറ്റി കേൾക്കരുത്. വലിയ പാടാന്ന് പറയുന്നിടത്തൊന്നും കേൾക്കാൻ നിൽക്കരുത്. അവിടെ ഒന്ന് കറങ്ങരുത്. വലിയ പാടാന്ന് പറഞ്ഞിടത്ത് നിൽക്കരുത്. നടക്കുമെന്ന് ഉറപ്പ് കൊടുത്തു. അവിടെ അങ്ങനെയുള്ളതിൽ ബലപ്പെടുപോയി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ ഉറപ്പും ധൈര്യവും ഉള്ളവരാക്കി പിതാവെ അങ്ങ് ഞങ്ങളെ തീർക്കുന്നല്ലോ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര് രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞ് എനിക്ക് നല്ല ഉറപ്പാന്ന് പറ. എൻ്റെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തതാ. എൻ്റെ ഈ രോഗം മാറാൻ വേണ്ടിയുള്ള വില കൊടുത്തതാ. എത്രയോ അത്ഭുത സാക്ഷികൾ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നു. ഒന്ന് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ പറ, രോഗസൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. ഞാൻ ഇന്ന് കേൾക്കുന്ന യേശു ക്രിസ്തു എൻ്റെ രോഗം, എൻ്റെ ഇപ്പം അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, ക്രൂശിൽ യേശു ക്രിസ്തു ഏറ്റെടുത്തതാ. എൻ്റെ ഈ വേദന മാറി സൗഖ്യം കിട്ടാൻ വേണ്ടി കർത്താവ് അടികൊണ്ടത് മുഴുവനും, ആ ശരീരം മുഴുവനും മുറിവേറ്റ് രക്തം വാർന്നൊലിച്ച് കരഞ്ഞതും നിലവിളിച്ചതും ഞാൻ സൗഖ്യമാകാൻ വേണ്ടിയാണ്. ഞാൻ അനുഭവിക്കേണ്ട നിലവിളി യേശു നിലവിളിച്ചു. ഞാൻ അനുഭവിക്കേണ്ട വേദന യേശു അനുഭവിച്ചു. ഇനി ഞാൻ എടുക്കത്തില്ല പറ. ഞാൻ ഇനി അത് ഏറ്റെടുക്കത്തില്ല. ഞാൻ ഇനി അത് വേണ്ട. യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേദനകൾ വിട്ടുമാറുക. ഈ നിമിഷം തന്നെ ഇപ്പോൾ തന്നെ വേദനയാൽ ഭാരപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. സ്വന്തമായിട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, യേശുവേ നന്ദി കർത്താവേ, അങ്ങയുടെ മുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആ വേദനയുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് ഇൻസ്റ്റന്റ്ലി ആ മിറക്കിൾ സംഭവിക്കുക. ഈ നിമിഷം തന്നെ വേദനകൾ അപ്രതീക്ഷിതമാകുക. ഈ നിമിഷം തന്നെ രോഗങ്ങൾ അപ്രതീക്ഷിതമാകുക. ഈ നിമിഷം തന്നെ വഴികൾ തുറക്കുക. ഈ നിമിഷം തന്നെ വാതിലുകൾ തുറക്കുക. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പാ. വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വേദന ഇപ്പോൾ തന്നെ വിട്ടുമാറുന്നു. സൂമിലോ ലൈവിലോ ഒക്കെ കാണുന്നവര് യേശുവിൻ്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് സൗഖ്യം എൻ്റെ അവകാശമാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാസ്പോർട്ട് നമ്പർ കർത്താവ് എന്നെ കാണിക്കുക. യു എന്ന് തുടങ്ങിയിട്ട് അതിൽ 916 എന്നുള്ള ഒരു നമ്പറുള്ള യു ആദ്യമുണ്ട്. 916 എന്നുള്ള ഒരു പാസ്പോർട്ട് നമ്പർ കർത്താവ് എന്നെ കാണിക്കും. ഒരു യാത്രയ്ക്ക് വേണ്ടി, ദൈവത്താൽ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. നന്ദി പിതാവേ. ആ കൈവച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ, വേദന മാറിയെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പറയാം. യേശുവിൻ്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെട്ടവർ ആ വേദന വിട്ടുമാറിയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത്, ശരീരം മുഴുവൻ ഒന്ന് ചെക്ക് ചെയ്ത്, എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ എന്താണോ കഴിയാത്ത പറ. നിങ്ങൾ ഈ രോഗവും വേദനയുമായി ഇരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, കർത്താവിൻ്റെ സാക്ഷിയാകാൻ വിളിക്കപ്പെട്ടവരാണ്. യേശുവിൻ്റെ അത്ഭുതത്തെ ചുമക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവരാണ്. ഇപ്പോൾ ഈ നിമിഷം തന്നെ ആ വേദനകൾക്കകത്തുനിന്നും രോഗത്തിൻ്റെ അകത്തുനിന്നും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് സൗഖ്യം നടന്നിരിക്കുന്നപ്പ. അത്ഭുത സൗഖ്യം. ഒന്ന് ചെക്ക് ചെയ്തേ. എന്താണോ ബുദ്ധിമുട്ട് അത് നിങ്ങളെ വിട്ട് മാറിയിരിക്കുന്നു. എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് അത് നിങ്ങളെ വിട്ട് മാറിയിരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അത്ഭുത സൗഖ്യത്തെ അവിടെ തുടർന്നിരിക്കുന്നു. നന്ദി പിതാവേ,
നന്ദി പിതാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഒന്ന് ചെക്ക് ചെയ്തേ. വേദനയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേ. പ്രാർത്ഥിച്ച വിശ്വസിച്ച ആരെങ്കിലും ഉണ്ടെന്ന് ചെക്ക് ചെയ്തേ. ചെക്ക് ചെയ്തുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ള അവസരമാണ്. യേശുവിന്റെ നാമത്തിൽ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ബ്രദറെ എനിക്കിപ്പോൾ അവിടെ ഒരു വ്യത്യാസം വന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് പറ എനിക്ക് അവിടെ. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത്. ഈ സമയത്ത് വേദനയോ സൗഖ്യമോ ലഭിച്ചവരും മാത്രം പറഞ്ഞു സിസ്റ്റർ. ആ പറഞ്ഞു. കാലിന്റെ വേദന. ഒരു മിനിറ്റ് സിസ്റ്റർ പറഞ്ഞു. ഹലോ, എന്റെ പേര് സെലിൻ. ഞാനിപ്പോ എന്റെ കൈയുടെ ഷോൾഡർ മുതല് കൈ ഇങ്ങനെ ഭയങ്കര കട്ട് കഴിക്കുന്നത് എനിക്ക് പറയാൻ അറിയത്തില്ല. കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ കിടന്നുകൊണ്ടാണ് ഇത് കേൾക്കുന്നത്. അപ്പം ബ്രദർ പറഞ്ഞപ്പോ ഞാൻ എന്റെ കയ്യില് മറ്റേ കൈ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പൊ എനിക്കത് പൂർണ്ണ സൗഖ്യം വന്നു, വളരെ ആശ്വാസമായി. ഓ നന്ദി കർത്താവ്. ഇപ്പൊ വേദന ഇല്ല. ഇല്ല, ഓ സ്വോത്രം എനിക്ക് കർത്താവ്. അങ്ങ് തൊട്ട ഇരുന്നിട്ട് കൃപയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ വിഷമിക്കുമായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ അത് മാറി. ഓ സ്വോത്രം കർത്താവ്. അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ലോർഡ് ബ്രദറെ. എന്റെ പറഞ്ഞു. കാലിന്, എന്റെ മുട്ടിന്, രണ്ട് കാലിനും, ഇടത്തെ കാലും പാദം വരെ വേദനയാ. ചൂട് ഇങ്ങനെ തീ കൊണ്ട് കുത്തുന്ന പോലെ കട്ട് കഴിച്ച വേദനയാ, എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ. ഇപ്പൊ ഞാൻ കൈവച്ചു പ്രാർത്ഥിച്ചു. ഇന്നലെ വലത്തെ കാലിന് കൈവച്ച് പ്രാർത്ഥിച്ചു, അത് മാറി മുട്ടിന്. ഇന്ന് ഈ കാലിന് ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ അത് മാറി. ഇപ്പൊ വേദന ഇല്ല സിസ്റ്റർക്ക്. വീട്ടിൽ തന്നു. രണ്ട് കാലിന് ഇപ്പൊ വേദന ഇല്ല. രണ്ട് കാലം ഞാനിപ്പോ നടന്നു നോക്കി, എനിക്ക് ഓ വേദന. സ്വോത്രം കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കുറെ ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. നാളുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഈ വേദന ഇപ്പൊ തീ ഇല്ല. കൊണ്ട് കുത്തുന്ന പോലെ. ഇപ്പൊ ഇല്ല. ഓ കർത്താവ് കുറെ നാളുടെ സിസ്റ്റർ അനുഭവിക്കുന്ന വേദനയായിരുന്നു. യേശു സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? അനുഭവിക്കുന്ന ആരെങ്കിലും പ്രത്യക്ഷമായിട്ട് എനിക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നവരുണ്ടെങ്കിൽ? ഹലോ ബ്രദർ, പറഞ്ഞു. എനിക്ക് എന്റെ കാലിന് ഭയങ്കര വേദന. 2-3 ദിവസമായിട്ട് കാലിന് ഭയങ്കര കഴപ്പും വേദനയായിട്ട്. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്കതിന് ഒത്തിരി വ്യത്യാസം വന്നു. ആമേൻ. ഇപ്പൊ അത് മാറി, വേദന മാറി. മാറി മാറി ഓ മാറി. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. സ്തോത്രം, യേശുവിന്റെ സ്തോത്രം, നാമത്തിൽ തന്നെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ, ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ. കർത്താവാണ്. മറ്റാരെങ്കിലും ഉണ്ടോ? സ്തോത്രം. പറഞ്ഞു. ബ്രദറെ, 2 പറഞ്ഞു. ദിവസമായിട്ട് എനിക്ക് പനിയായിരുന്നു. ഇന്നലെ മുതൽ എനിക്ക് എന്റെ ശബ്ദം മുഴുവൻ പോയി. ഇന്ന് ഉച്ചവരെ എനിക്ക് ശബ്ദമൊന്നും ഇല്ലായിരുന്നു. കുറേശ്ശെയായിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രാർത്ഥന സമയത്ത് ഞാൻ തൊണ്ണയെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ അത്ഭുതകരമായി എനിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. ഓ കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ ബ്രദറെ, എന്റെ പേര് ശ്യാമള എന്നാണ്. ഞാന് കുറച്ചു മുമ്പ് എന്റെ അനുജത്തിയോട് ചോദിച്ചു. ശബ്ദത്തിന് പറഞ്ഞു. എനിക്കിങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട്, കാലിന് വേദനയായതുകൊണ്ട്, അപ്പം എനിക്ക് ഒട്ടും നടക്കാൻ വയ്യായിരുന്നു. ചെറുപ്പത്തിൽ പനി വന്നതാണ്. ഒരു കാലിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഞാൻ അടുക്കളയിലേക്ക് ഫോണും എടുത്തോണ്ട് പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ കേട്ടു, കാലേ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം എനിക്കിപ്പോ പെട്ടെന്ന് എഴുന്നേക്കാം, നടക്കാനും പറ്റുന്നുണ്ട്. എത്ര നാട്ടിലെ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ അത്? 10-14 വർഷമായിട്ട് ഒരു ആക്സിഡന്റ്. പിന്നെ 14 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു ഇപ്പൊ സൗഖ്യമായത് അല്ലേ സിസ്റ്ററെ? ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട് സിസ്റ്റർക്ക്. ഇപ്പൊ നേരത്തെ പറ്റുന്നില്ലായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് പെട്ടെന്ന് ഈ വേദന കൂടിയിട്ട് ഒട്ടും നടക്കാൻ പറ്റില്ലായിരുന്നു. 14 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു ഇപ്പൊ മാറിയിരിക്കുന്നത് അല്ലേ? അതെ. ഓ കർത്താവെ അങ്ങ് അത്ഭുത മന്ത്രി. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രോഗത്തിന്റെ മേൽ നിങ്ങൾക്ക് ജയമുണ്ട്. ഇന്ന് കേട്ട വചനം നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസവും സൗഖ്യവുമായിട്ട് അത് മാറിയിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഇത്രയും വർഷമായിട്ട് അനുഭവിച്ച ആക്സിഡന്റ് നിമിത്തം ഉണ്ടായ വേദനയാണ് സൗഖ്യമാക്കിയിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഇപ്പൊ തന്നെ ഒരു പാസ്പോർട്ടിന്റെ നമ്പർ വേണല്ലോ, 916. അത് ഒരുമിച്ചാണോ ഇത്? ഞങ്ങളുടെ മോന്റെ പാസ്പോർട്ട് വ്യത്യസ്ത രീതിയിലൊക്കെ എടുക്കണേ. 916 അതിന്റെ ഉള്ളിൽ വേറെ അക്കങ്ങളുണ്ട്. അല്ലല്ല, 916 നമ്പറാണ് ഞാൻ ആ പാസ്പോർട്ടെ കണ്ടത്. ആരുടെ പാസ്പോർട്ടാ അത്?
അതെന്റെ മോന്റെയാ. ഒരുമിച്ചല്ല കിടക്കണേ, അത് വ്യത്യസ്ത രീതിയിൽ അങ്ങനെ അതിന്റെ ഉള്ളിൽ വേറെ അക്കങ്ങൾ കാണാനുണ്ട്. അതായത് ഒരുമിച്ച് വരുന്ന നമ്പറുകളാണ്, പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഈ ഒരു അടയാളം പോലെ ആ പാസ്പോർട്ട് നമ്പറിന്റെ ആ ഒരു അടയാളം കർത്താവ് എന്നെ കാണിച്ചു തന്നാണ്. ആ 9 ഇപ്പൊ പറഞ്ഞ പോലെ നമ്പര് ആ കൈ വെച്ചൊന്ന് 916. പ്രാർത്ഥിച്ച് കൈ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് രാജ്യങ്ങളുടെ നന്മ തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യമായിട്ട് അത് തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ കർത്താവ് ആമേൻ അനുഗ്രഹിക്കട്ടെ ആമേൻ. സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഇപ്പൊ രോഗം മാറി സൗഖ്യമായൊരു സാക്ഷ്യം പറയാനുണ്ടോ? പ്രൈസ് ലോർഡ് ബ്രദറെ, പറഞ്ഞു. എനിക്ക് രണ്ട് ഹലോ മൂന്ന് മാസമായിട്ട് ഹലോ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പറഞ്ഞു സിസ്റ്റർ. അത് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചപ്പം മാറിപ്പോയി. ദൈവനാമത്തിന് മഹത്വം. ഈ 2 മാസമുള്ള വേദനയാണ് സിസ്റ്റർക്ക് അല്ലേ? അതെ അതെ ബ്രദറെ. ഇപ്പൊ കുഴപ്പമില്ല സിസ്റ്റർക്ക്, ഇപ്പൊ വേദന ഇല്ല. എന്റെ ഇപ്പൊ ഇല്ല. എനിക്ക് അവിടെ ഓ സ്കാൻ കർത്താവേ. ചെയ്തപ്പോ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ അത് മാറിപ്പോയി. ഇപ്പൊ എനിക്ക് വേദന ഇല്ല അവിടെ. ഓ സ്വോത്രം, ഇത് വലിയ അത്ഭുതമാണ്. കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞ ആളാണ്, പക്ഷെ ആ പ്രാർത്ഥനാ സമയത്ത് കൈ വെച്ച് അവിടെ പ്രാർത്ഥിച്ചു. 2 മാസമായിട്ട് വേദനയായിരുന്നു, ഇപ്പൊ പൂർണ്ണ സൗഖ്യമായി അല്ലേ? അതെ ബ്രദറെ. ആമേൻ. കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? രോഗസൗഖ്യം ബ്രദറെ പറഞ്ഞോട്ടെ, പറഞ്ഞു. എനിക്ക് ഒരു 3 മാസം കൊണ്ട് എന്റെ തലയിൽ ബാക്കിലോട്ട് ഒരു 3 ഇഞ്ചിന്റെ ബാക്കിലോട്ട് നല്ല ഒരു മുഴയുണ്ടായിരുന്നു. അപ്പോഴേ അത് നല്ല കല്ല് പോലെ ഇരുന്നത്. അപ്പോഴും ഞാൻ ഇങ്ങനെ കൂടെ ബ്രദർ പറയുമ്പോ കൂടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ നോക്കിയപ്പോ അതൊന്നും ഇല്ല. പിന്നെ ഇത് എനിക്ക് വലിയൊരു ഇപ്പൊ മുഴയില്ല തലയില്. ഇല്ല എല്ലാം മാറി. ആ എത്ര തലയിലെ നാളുകളാണ് മുഴ? ഒരു 3 മാസം കൊണ്ട് ഉണ്ട്. അപ്പോഴും ഞാൻ 3 ഇങ്ങനെ മാസം കൊണ്ടായിരുന്നു. 3 ഹോസ്പിറ്റലിൽ മാസം കൊണ്ടാണ് കാണിച്ചായിരുന്നോ? അത് കാണുന്നത്. ഇല്ല, കാണിച്ചില്ല. ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു. ബ്രദർ കൈ കർത്താവെ വെച്ച് അങ്ങ് പ്രാർത്ഥിക്കാൻ പറയുമ്പോ അങ്ങനെ ഇപ്പൊ 3-4 ദിവസം കൊണ്ട് നോക്കിയപ്പോ ഒന്നുമില്ല. പിന്നെ ഞാൻ സാക്ഷ്യം പറയാൻ നോക്കുമ്പോ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഇത് ഇപ്പൊ ആ മുഴ അവിടെ ഇല്ല. നീക്കം മാറ്റാൻ. ഇല്ല അത് മാറി. തലയിലൊരു മുഴയുണ്ടായിരുന്നു. തലയിലൊരു മുഴയുണ്ടായിരുന്നു. 3 മാസമായിട്ട് അത് ഉണ്ടായിരുന്നു. കൈ വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. യേശുവിന്റെ തിരുമുറിവിനാൽ അത്ഭുതത്തെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ ആ മുഴ അവിടെ ഇല്ല, അത് മാറിയിരിക്കുന്നു. കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കി ഇറുവയ്ക്കുക. നമുക്കറിയാം പലതും പല രോഗങ്ങളായിട്ട് അത് മാറുന്നതാണ്, പ്രത്യേകിച്ച് തലയിലൊക്കെ വരുന്നത്. പക്ഷെ അത് യേശു എടുത്ത് മാറ്റി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സ്ട്രേ. ആമേൻ. പറഞ്ഞു. ബ്രദറെ, എന്റെ ഷോൾഡറിന് ഭയങ്കര വേദന. കാലിന്റെ ഉപ്പൂറ്റി പത്തിക്ക് ഇങ്ങനെ ഇപ്പൊ ഞാൻ പ്രേയറിന് എത്തപ്പോ അങ്ങനെ കുത്തിപ്പറിക്കുമായിരുന്നു. ഞാനിപ്പോ ഷോൾഡറിലും കൈവച്ചു, നെഞ്ചിനും കൈവച്ചു, കാലയിൽ കൈവെക്കാൻ പറ്റില്ല. 2 കൈയും അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ആ കുത്തിപ്പറിക്കുന്ന വേദനയും ആ ഷോൾഡറിന്റെ വേദനയും കർത്താവ് സൗഖ്യമാക്കി. സ്തോത്രം. ആമേൻ. എത്ര നാളുടെ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ? എത്ര നാളായിട്ടുള്ള? ഇത് പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാ എനിക്ക്. അങ്ങ് ഷോൾഡർ 2 ദിവസമായിട്ട് ഈ ഷോൾഡറിന് വേദന വന്നിട്ട് ചെസ്റ്റിലൂടെ ആ വേദന വന്നിട്ട് അങ്ങനെ വേദനയായിട്ട് അതുപോലെ തന്നെ കാലിന്റെ പത്തിയുടെ അവിടെ ഇങ്ങനെയാ തള്ളവിരലിന്റെ ചെറുവിരലിന്റെ താഴെ നോക്കുമ്പോൾ അങ്ങ് കുത്തിപ്പറിക്കുന്നത്. ഇപ്പൊ ഞാൻ അവിടെ പ്രസ് ചെയ്ത് നോക്കും, ഭയങ്കര തൊടാൻ വയ്യായിരുന്നു. പക്ഷെ ഞാനിപ്പോ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഒരു വേദന, അവിടുത്തെ ആ വേദന പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യം ആമേൻ. 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 കർത്താവെ അങ്ങ് സൗഖ്യമാക്കി ഇറുവയ്ക്ക്. ഇപ്പൊ ഒരു വേദനയില്ല അവിടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ രോഗസൗഖ്യം ലഭിച്ചവര്? ബ്രദർ, എനിക്കൊരു രോഗസൗഖ്യം വന്നിട്ടുണ്ട്. പറഞ്ഞു ബ്രദർ. ഞാൻ ഒരാഴ്ച മുമ്പേ ഞാനൊരു കനാലിലേക്ക് പെട്ടെന്ന് വീണു. പ്രയർ ഹാളിലേക്ക് പോകുന്ന വഴിക്ക്. അപ്പൊ അത് ഒരാഴ്ചയായിട്ട് വേദനയായിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. ഇന്നിപ്പോ ബ്രദർ പറഞ്ഞു കൈവച്ച് ആ വേദനയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ മുട്ട് ശക്തമായ വേദന ഉണ്ടായിരുന്നു ഇടത് ഭാഗം. ഇപ്പൊ എനിക്ക് പൂർണ്ണ സൗഖ്യം വന്നിരിക്കുകയാണ്. ഓ സ്വോത്രം. എത്ര 2 ആഴ്ചയായിട്ടല്ലേ? എത്ര നാളായിരുന്നു? ഇപ്പൊ ഈ ഒരാഴ്ചയോളായി ഞാൻ കനാലിലേക്ക് യാദൃശ്ചികമായിട്ട് വീണു പോയതാ. അപ്പൊ എന്റെ മുട്ട് ശക്തമായ വേദനയായിരുന്നു. എനിക്ക് നിവർന്ന് നടക്കാനോ കിടക്കാനോ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പ്രാർത്ഥന സമയത്ത് ആ വേദന പൂർണ്ണമായിട്ടും മാറി. പൂർണ്ണമായിട്ട് മാറി.
ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. പ്രിയ ബ്രദർ പറഞ്ഞുള്ള തന്നെ ഒരാഴ്ചയായിട്ട് കനാലിൽ വീണതാണ്. കാലനക്കാൻ പോലും പറ്റാത്ത വേദനയായിരുന്നു, കിടക്കാൻ പോലും പറ്റാത്ത വേദനയായിരുന്നു. പക്ഷെ ഈ സമയത്ത് യേശുവിന്റെ നാമത്തിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ആ വേദന അവിടുന്ന് പൂർണ്ണമായും ഒരു തരി പോലും ഇല്ലാതെ സൗഖ്യമായിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ. പറഞ്ഞു 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 എനിക്ക് സിസ്റ്റർ. എനിക്ക് എന്റെ ഷോൾഡറിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ എനിക്ക് ആ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ എന്റെ ഷോൾഡറിന്റെ വേദന മാറിയിട്ടുണ്ട് ബ്രദറെ. ഓ സ്വോത്രം സിസ്റ്റർ. കർത്താവ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. എത്ര നാട്ട് ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ വേദന? എനിക്ക് കുറെ നാളായിട്ട് അങ്ങനെ ആദ്യം ഒരു പ്രാവശ്യം എങ്ങനെ ആയിരുന്നു. പിന്നെ ഞാനിങ്ങനെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ പശുവിന് പുല്ല് വെട്ടുന്നൊക്കെ അങ്ങനെ ഈ ഷോൾഡറിന് ഇങ്ങനെ ഒത്തിരി വേദനയായിരുന്നു. ഇപ്പൊ ഒട്ടുമില്ല വേദന? ഇല്ല ഇല്ല. ഓ കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് കൂട്ട സൗഖ്യം കർത്താവ് ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി അപ്പ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എനിക്ക് ഇടത്തെ കാലിന്റെ മുട്ടിന് കുറെ നാളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മടക്കി വെക്കുമ്പോ എല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോ സൗഖ്യമായി. അതുപോലെ കഴുത്തിന്ന് കയ്യിലോട്ടൊരു ബാക്കിലോട്ടൊരു വേദന ഉണ്ടായിരുന്നു, നെർവിന്റെ. അതും ഇപ്പൊ സൗഖ്യമായി. ദൈവത്തിന് മഹത്വം. ഇപ്പൊ ഒരു തരി പോലും വേദനയില്ല? ഇല്ല. ഓ കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക്. എത്ര നാൾ സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എത്ര നാളുണ്ടായിരുന്ന ബുദ്ധിമുട്ട്? കാലിന്റെ മുട്ടിന് കുറെ നാളായിട്ടുണ്ടായിരുന്നു. മുട്ട് മടക്കി പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴെല്ലാം കുറച്ചേരം ഇരിക്കുമ്പോ അങ്ങ് കാല് നൂത്ത് വെക്കും, വീണ്ടും മടക്കി വെക്കും, പിന്നെയും നൂത്ത് വെക്കും. അങ്ങനെ ഇപ്പൊ ഞാൻ ഈ നാള് ചോദിക്കുന്നതിന്റെ കാര്യം ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല. നിങ്ങളെപ്പോലെ കുറെ വർഷങ്ങളായിട്ട് ചിലപ്പോൾ രോഗികളായിട്ട് നാളുകളായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ വിശ്വാസം വരാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. കർത്താവ് നാളുകളായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ പറഞ്ഞുള്ളത് തന്നെ. ഇത് പൂർണ്ണ സൗഖ്യം കൈക്കും കാലിനും കർത്താവ് കൊടുത്തു. ആ വേദനകളെ യേശു മാറ്റി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ആമേൻ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? വേദനയാൽ സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. പറഞ്ഞു. എനിക്ക് അതുപോലെ കാലിന്റെ പുറത്തേക്ക് ഒരു വർഷത്തിന് മേളിലുണ്ട് വേദനയായിട്ടും. അതുപോലെ കാലില് ചെറിയ ബോണ് ആണ്. ആ ബോണിന്റെ സൈഡ്, ആ ബോണിന്റെ പുറത്ത് നീര് പോലെ വന്ന് പൊങ്ങി നിൽക്കുമായിരുന്നു. അത് അപ്പൊ എനിക്ക് ഷൂസ് ചെരുപ്പൊക്കെ ഇടാൻ ഒത്തിരി വിഷമമുണ്ട്. ആങ്കിളിന് വേദന ഉണ്ടായിരുന്നു. അതെ, ഞാൻ 2-3 പ്രാവശ്യം 2 ഡോക്ടറിന്റെ അടുക്കെ പോയി എക്സ്റേ എടുത്തു. കാരണം ഒരാൾ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസം വന്നില്ല. അവർ പറഞ്ഞ ആർത്രൈറ്റിസ് കൊണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. അത് കാരണം അതെ പിന്നെ വേറൊരു ഡോക്ടറിന്റെ ഒരിക്കലും പോയി. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് വേറെ അസുഖങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ പോയി വേറെ എക്സ്റേ എടുത്തു. എന്നാൽ അവരും അത് പറഞ്ഞത് ആർത്രൈറ്റിസ് ആണ്. അങ്ങനെ ആ സ്ഥാനത്ത് ഒരിക്കലും ഒരു ആർത്രൈറ്റിസ് വരാനുള്ള ചാൻസ് ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ അത് കഴിഞ്ഞത് ഈ ഇപ്പം പ്രാർത്ഥിക്കുന്ന സമയം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അത് മാറ്റി തന്നു. മഴ പോലെ നിന്നത് അത് മാറി. ആ വേദനയും മാറി. ഇപ്പൊ വേദനയില്ല, മുഴയില്ല. മുഴയില്ല, വേദനയില്ല. ഓ കർത്താവേ അങ്ങ് അത്ഭുതം. എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു? എത്ര നാളായിട്ട് അനുഭവിക്കുന്നത്? 1-1.5 വർഷത്തോളം എനിക്ക് അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പൊ അതില്ല. ഇല്ല. ഓ കർത്താവേ അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നേതൃത്വം പറഞ്ഞുള്ളത് തന്നെ മുഴയുണ്ട്, ബൾജി നിൽക്കുമായിരുന്നു. വേദന 2 ഡോക്ടർമാരെ കാണിച്ചിട്ടാണ്, ഒരു വ്യത്യാസത്തോടെ ഉണ്ടായില്ല. 1.5 വർഷമായിട്ടുള്ള വേദനയായിരുന്നു. യേശു അത് സൗഖ്യമാക്കി. ആ മുഴ ദൈവം എടുത്ത് മാറ്റിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം ലഭിച്ചവര്? ബ്രദറെ ഞാൻ 2 ദിവസമേ ഉള്ളൂ. ആദ്യമായിട്ട് ഇവിടെ കയറിയതായിരുന്നു സൂമില്. അപ്പൊ ഇപ്പം ഞാന് എനിക്ക് കാറ്ററാക്ട് സർജറി പറഞ്ഞിട്ടുണ്ട് 15-ന്, ഏപ്രിൽ 15-ന്. ഞാന് ഒരു ഒഫ്താൽമോളജിസ്റ്റും കൂടെയാണ്. അപ്പം ഞാൻ ഈ 2 ആഴ്ചയോളമായിട്ടൊരു വാക്യം വെച്ച് പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ സങ്കീർത്തനം 103:3 നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. എനിക്ക് ഇതുവരെയും കാഴ്ചയ്ക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇതിവിടെ ഇപ്പൊ പ്രഖ്യാപിക്കുവാണെങ്കിൽ ഞാൻ അതിനു മുമ്പ് ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ വിശ്വാസ പ്രഖ്യാപനത്തോടെ മാത്രമാണ് ഇപ്പൊ ഇതിവിടെ പറഞ്ഞത്. എനിക്കതിന് ധൈര്യമില്ലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചത് കൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞതാണ്.
ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ, ഇനി അവിടെ ചെല്ലുമ്പോൾ അത് അത്ഭുതം നടന്നിരിക്കുന്നു. രോഗം യേശു ഇങ്ങനെ പറഞ്ഞോണം, കർത്താവ് എന്റെ രോഗം വഹിച്ചതുകൊണ്ട് കർത്താവിന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ അവിടെ രോഗമില്ല, പൂർണ്ണ സൗഖ്യം. ഈ കേട്ട സാക്ഷ്യത്തിന്റെ അകത്തു നിന്നുകൊണ്ട് പറയുകയാണ് കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മറ്റാർക്കെങ്കിലും പറഞ്ഞു? ഞാൻ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്റെ ചേച്ചിക്ക് ഹസ്ബൻഡിന്റെ ചേട്ടന്റെ ഭാര്യയ്ക്ക് കുറച്ച് ദിവസങ്ങൾ, ഒരു മാസത്തോളായിട്ട് നാവിന്റെ ഒരു കറുപ്പ് നിറം വരികയും തോലൊക്കെ പോയി വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ, എരിവൊന്നും കൂട്ടാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോവുകയായിരുന്നു. അപ്പം 3-4 ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി. അപ്പം അവര് മരുന്ന് കൊടുത്തു. ലാസ്റ്റ് പോയ 2 ഡോക്ടേഴ്സും പറഞ്ഞത് ഇത് ബയോപ്സി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ചേച്ചി വളരെയധികം ഭാരത്തിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ കടന്നുപോയി. ഞങ്ങള് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ചേച്ചിയോട് പറയാനിടയായി, യേശുവിന്റെ തിരുമുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്. നമ്മുടെ ശരീരത്തിൽ രോഗത്തിന് യാതൊരു അവകാശവുമില്ല. ചേച്ചി വളരെയധികം ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഉള്ളിലുള്ള ഭയങ്കര ധൈര്യം കൊടുക്കുവാനെല്ലാം ദൈവം സഹായിച്ചു. ഇന്നാണ് ഡോക്ടറെ അടുത്ത് പോകേണ്ടിരുന്ന ദിവസം. 2 ആഴ്ച മരുന്ന് കൊടുത്തിട്ടാണ് വിട്ടിരുന്നത്. ഇന്ന് വൈകുന്നേരം ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ അത് കണ്ടപാടെ തന്നെ പറയാനിടയായി, ഇതിന് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറയാൻ തക്കവണ്ണം ദൈവം വലിയ അത്ഭുതം അവിടെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, 2 ആഴ്ച കൂടെ ഇനി മരുന്ന് കഴിച്ച് വേണമെങ്കിൽ മാത്രം ആ ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയാനിടയായി. ദൈവത്തിന്റെ ആ ഒരു അത്ഭുതം തന്നെയാണ് അവിടെ പ്രവർത്തിച്ചത്. ദൈവത്തിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ ആ ടെസ്റ്റ് ഒന്നും ചെയ്യാൻ ഇടയാക്കാതെ ദൈവം ഒരു അത്ഭുതം തന്നെ അവിടെ, അത്ഭുത സൗഖ്യം തന്നെ അവിടെ കൊടുക്കുമെന്ന് അടിയങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്നു. ദൈവനാമം തീർച്ചയായിട്ടും ഇത്രയും ദൈവം പ്രവർത്തിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് മുഴുവൻ അപ്രതീക്ഷിതമായിട്ട് പോകും. ഈ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്കൊരു ബലമാണ്. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കണം. മറ്റാർക്കെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ വ്യത്യാസം പറഞ്ഞു. ബ്രദർ, ഞാൻ കണ്ണൂരിൽ നിന്ന് സുശീലയാണ്. എനിക്ക് 23 വയസ്സ് തൊട്ട് എനിക്ക് കാലിന്റെ ഉപ്പൂറ്റി വേദനയായിരുന്നു. അതുപോലെ തന്നെ ഞാടിഞരമ്പുകളെല്ലാം എൻ്റെ കാലിന്റെ തൊടയിലെ തൊട്ട് താഴെ വരെ ഈ സീബ്ര വര പോലെയായിരുന്നു. കറുത്തിട്ട് ഞാടിഞരമ്പുകളെല്ലാം. പിന്നെ എനിക്ക് ഈ നടുവിന്റെ ഹിപ്പിന് 2 വേദനയായിരുന്നു. നട്ടല് ഓരോ എല്ലും എനിക്ക് വേദനയാണ്. എനിക്ക് കിടക്കാൻ പറ്റൂലായിരുന്നു. പിന്നെ 2 കൈമുട്ടും എനിക്ക് വേദനയായിരുന്നു. ഷോളർ വേദനയായിരുന്നു. കഴുത്ത് വേദനയായിരുന്നു. സത്യം പറഞ്ഞ പിന്നെ തല ഉച്ച മുതൽ ഉള്ളങ്കാളി വരെ എനിക്ക് എൻ്റെ തൊക്കും തൊലിയും പിന്നെ മാംസവും പിന്നെ അസ്ഥിയും ഒക്കെ വേദനയായിരുന്നു. പിന്നെ മാസം എനിക്ക് ഓർമ്മയില്ല, ഒരു 5-6 മാസം, 6 മാസത്തിലധികം, 5-6 മാസേ ആയുള്ളൂ. കൂടി വന്ന ഒരു 4-5 മാസമായി ഞാൻ ബ്രദറെ പിന്നെ സൂമിൽ കയറാൻ തുടങ്ങിയിട്ട്. എനിക്ക് എൻ്റെ ശരീരത്തിൽ, ഞാനിപ്പോൾ എൻ്റെ കാല് ബ്രദറ് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, വിശ്വാസം ഉണ്ട്, നല്ല വിശ്വാസമാണ്. പക്ഷെ ബ്രദർ പറയുമ്പോൾ ഞാൻ കൈയെടുത്തൊന്നും വെച്ച് പ്രാർത്ഥിക്കാറില്ല. പിന്നെ കാരണം എനിക്ക് അത്രയും വേദനയായിരുന്നു. ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ എന്നെ ആർക്കും വേണ്ട. പിന്നെ ഞാൻ അത്രയും ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു ആരാലും വേണ്ടാത്ത പോലത്തെ ഒരു വ്യക്തിയാണ് ഞാൻ തമ്പുരാനോട് പറയാം, അപ്പാ നിനക്ക് പോലും എന്നെ വേണ്ടല്ലോ, ഞാൻ ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ പോകും, പിന്നെ അതെനിക്ക് ഉറപ്പാ, എന്നാ എനിക്ക് ജീവിക്കാനും വയ്യ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉള്ളത്തിൽ പറഞ്ഞിരിക്കും. ചില സമയം ഞാൻ കർത്താവിനോട് പരിഭവം പറയും, ചില സമയം ഞാൻ എൻ്റെ യേശുപ്പത്തിനോട് ഞാൻ പിണങ്ങിയിരിക്കും, ഞാൻ പ്രാർത്ഥിക്കാതെ മിണ്ടാതിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് അപ്പാ സോറി മാപ്പ് എന്നൊക്കെ പറഞ്ഞിരിക്കും. കുറച്ചു നേരം ബൈബിൾ വായിക്കും, ധ്യാനിക്കും. പക്ഷെ ബ്രദറിന്റെ ഈ ധ്യാനം കൂടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ശരീരത്തിന് അടിമുടി എൻ്റെ കർത്താവ് എനിക്ക് മാറ്റം തന്നു, സൗഖ്യം തന്നു. ഞാനിപ്പോ ഈ ചൂട് കാരണം പിന്നെ ഞാൻ സിമന്റ് തറയിൽ പാവോലും പിരിക്കാണ്ട് തലയണ വെച്ചാ കിടക്കുന്നത്. എനിക്ക് കിടക്കാൻ പറ്റില്ലായിരുന്നു. നട്ടെല്ല് വേദനിച്ചിട്ട് എനിക്ക് ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ എനിക്ക് തലയണയിൽ വെക്കാൻ പറ്റില്ലായിരുന്നു വേദന കൊണ്ട്.
അത്രയും ഒരു മനുഷ്യന് പറഞ്ഞറിയിക്കാൻ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റാത്തത്ര ഒരു രോഗത്തിന്റെ കെട്ടിലായിരുന്നു ഞാൻ. എൻ്റെ യേശു കർത്താവ്, ഞാൻ ഇന്ന് പിന്നെ ബ്രദറെ എന്താ പറയാ, ഞാൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ ഉപ്പൂറ്റി കാല് വേദന, കാലിന്റെ പുറത്ത് നീര് വരുമായിരുന്നു, മുട്ടിന് വേദനയായിരുന്നു, മൊത്തം എനിക്ക് വേദനയും രോഗവും അസ്വസ്ഥയായിരുന്നു. പിന്നെ രാത്രി കിടന്ന എൻ്റെ 2 കാലും ചുമരിനടിച്ച് പൊട്ടിച്ചു കളയാൻ എനിക്ക് തോന്നുമായിരുന്നു. അതിനെല്ലാം എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ബ്രദറിന്റെ ഈ മീറ്റിങ്ങിലൂടെ എനിക്ക് വിടുതൽ തന്നു. സത്യം ഞാൻ പ്രാർത്ഥിക്കാറില്ല. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ ഇതൊക്കെ? സിസ്റ്റർ എത്ര വർഷമായിട്ട് അനുഭവിച്ചായിരുന്നത്? എനിക്കിപ്പോ 52ാമത്തെ വയസ്സായത്. 23 വയസ്സ് മുതൽ ഞാൻ അനുഭവിക്കുന്നതാ. ഓ കർത്താവേ, അങ്ങ് ചെയ്ത അത്ഭുത സൗഖ്യം നിങ്ങൾ കേട്ടല്ലോ സിസ്റ്റർ. അനുഭവിക്കുന്ന ഭാരങ്ങൾ ഇത്രയും വർഷമായിട്ട് 22 വയസ്സ് മുതൽ ഇന്ന് ഇത്രയും 50 വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിൽ ഈ വർഷങ്ങൾ കിടക്കാൻ പോലും, നിലത്ത് കിടക്കാനോ ഒന്ന് സ്വസ്ഥമായി കിടക്കാനോ, ശരീരം മുഴുവൻ നുറുങ്ങുന്ന വേദനയും മാനസിക ബുദ്ധിമുട്ടുമായിരുന്നു, ശാരീരിക ബുദ്ധിമുട്ടുമായിരുന്നു, മനസ്സ് തകർന്നിരിക്കുമായിരുന്നു. പക്ഷെ കർത്താവ് ആ മകളെ തൊട്ടു. യേശു അത്ഭുതങ്ങൾ ചെയ്ത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, വേദനയില്ല, ബുദ്ധിമുട്ടില്ല. സകലതും കർത്താവ് മാറ്റി. അത്ഭുതത്തെ കർത്താവ് ചെയ്തു. സിസ്റ്റർ അനേകരോട് ഇത് പറയണം. യേശു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പറയണം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവ് ഇനിയും ശക്തമായിട്ട് നടത്തട്ടെ. യേശുവിന്റെ പറഞ്ഞു. ഒരു കാര്യം കൂടി, എൻ്റെ കാലൊക്കെ പിന്നെ ഞാനിങ്ങനെ യൂട്രസിന് ചെറിയൊരു ഈ പീരിയഡ്സിന്റെ സമയത്ത് എനിക്ക് വയറുവേദനയായിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയായിരുന്നു, ഗൈനക്കോളജിസ്റ്റിനെ. ആ ഡോക്ടർ എൻ്റെ പിന്നെ തൊട കണ്ടിട്ട് പറഞ്ഞു, ഇത് എന്നായത്? ഡോക്ടർക്ക് പോലും അതിശയായിരുന്നു. അത്രയും ഒരു മനുഷ്യനെ കണ്ട് സഹിക്കാൻ പറ്റൂല. അങ്ങനെ ഓരോ ഞരമ്പും ഇങ്ങനെ എന്താ പറയാ, കറുത്തിട്ട് അത് ഇങ്ങനെ അത്രയും ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ ബ്ലഡ് കട്ട പിടിച്ച പോലെ. പിന്നെ എനിക്ക് മരപ്പായിരുന്നു മൊത്തം. ഇപ്പൊ അതൊന്നുമില്ല, അതെല്ലാം മാഞ്ഞു പോയി. ഇപ്പൊ നോർമലായി അതൊക്കെ. ഓ സ്വോത്രം. ഡോക്ടർ പോലും ചോദിക്കുന്ന രീതിയിൽ അത്രത്തോളം അവസ്ഥയിലായിരുന്നു മകള് പോയത്. പക്ഷെ യേശുവിന്റെ നാമത്തിൽ, അതാ പറഞ്ഞ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനം. അപ്പൊ സത്യവചനം കേട്ടാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ളതിന്റെ തെളിവുകളാണ് നാം ഇപ്പൊ കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഇനിയും ദൈവം നടത്തും. ഇത്രയും വലിയ വർഷങ്ങളായിട്ടുള്ള രോഗബന്ധനമാണ് കർത്താവ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇനി ദൈവം ഉയർത്തും, മാനിക്കും, അനേകർക്ക് നടുവിൽ സാക്ഷ്യമാക്കി മാറ്റും. സിസ്റ്റർ ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ട് ഈ സമയത്ത് വലിയ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക? നിങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ. നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഈ സൗഖ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുക. മറ്റാർക്കെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു. കോഴിക്കോട് വിളിക്കുന്നേ, പറയുന്നേ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഇത് ഞാൻ പറയുന്ന ഉപ്പലാശി അമ്മ എന്ന് പറഞ്ഞ ആ ഒരു അമ്മയുടെ ഒരു മോനെ കാണാണ്ട് പോയായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചായിരുന്നു. 15 ദിവസമായി കാണാണ്ട് പോയിട്ട്. അവന് വർത്തമാനം പറയാൻ അറിയില്ല, ചെവി കേൾക്കൂല. അവൻ പോയിട്ട് കോഴിക്കോട് നിന്ന് എറണാകുളത്ത് പോയിട്ട് എറണാകുളത്ത് നിന്നാണ് കാണാണ്ട് പോകുന്നത്. പാസ്റ്റർ പ്രാർത്ഥിച്ച് ഒരു അമ്പലത്തിന്റെ അവിടെ, സ്റ്റേഷന്റെ അവിടെയൊക്കെ നോക്കാൻ പറഞ്ഞു. പിന്നെ അവന് ഞങ്ങള് ഓരോ ആൾക്കാരോട് ചോദിച്ചു, കൊടുങ്ങല്ലൂര് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗിരീഷ് എന്ന് പറഞ്ഞ ആള്, അവനെ നോക്കിയിരുന്ന ആള് ഓടി അവിടെ ചെന്നപ്പം ഒരു കുരുടനായിട്ട് ഇവൻ തല്ലുകൂടിയിട്ട് അവിടുന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ പോലീസുകാരുടെ ബഹളം, FIR ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് ഇത് ചെയ്തിട്ടുണ്ട്, കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവര് ഗുരുവായൂർ പോകാൻ പറഞ്ഞു. അപ്പൊ അവൻ ഗുരുവായൂരിലേക്ക് കൂടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഗിരീഷേ നീ പ്രാർത്ഥിക്ക്, നീ ദശ മാറിയാണ് പോണത്, ദൈവം പറഞ്ഞ ആലോചനയ്ക്ക് കറക്റ്റ് നിൽക്കാൻ പറഞ്ഞു. അമ്പലത്തിന്റെ അവിടെ, റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത അമ്പലങ്ങൾ നോക്കാൻ പറഞ്ഞു, ആ പരിസരത്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ദശ മാറിപ്പോയി, ദൈവത്തോട് പ്രാർത്ഥിക്കും, നീ അടുത്തോട്ടോ വലത്തോട്ടോ എവിടേക്കാ പോകേണ്ടത് ദൈവത്തോട് ചോദിക്കും. അപ്പൊ ഉണ്ട് കോഴിക്കോട് ബസ് നിൽക്കണം. അവൻ ബസ് കയറി കോഴിക്കോട് വന്നു. അമ്മ പറഞ്ഞു, ഇവിടെ വന്നാൽ നിന്നെ അടിച്ചു കൊല്ലും ആൾക്കാർ, അതുപോലെ നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാല് ഇവൻ അവിടെ വന്നു. അമ്മ പറഞ്ഞു, ഇനി അംഗവൈകല്യമുള്ള പിള്ളേർക്ക് വേണ്ടിയുള്ള കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി ഹൈക്കോർട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി തന്നെ പോകാൻ ഒപ്പിടിച്ച് പോകാനിരുന്ന, ഇല്ല ഞാനും വരുന്നെന്ന് പറഞ്ഞ് ആ അമ്മ റെഡിയായി. 5 മണി ആൾക്കാരൊക്കെ ചുറ്റുപാട് മുഴുവൻ തറവാട് ഹിന്ദുക്കളാണ് ഇവര്, ചുറ്റുപാടുമുള്ള ആൾക്കാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു 5 മണിയായപ്പോഴും കണ്ണട കാണാനില്ല. തപ്പി പിടിച്ച് വന്നപ്പോ 6 മണിയായി. അമ്മ അങ്ങോട്ട് ഇറങ്ങി. പുറകിൽ ഈ പുള്ളി ഇറങ്ങുമ്പോ
ഈ പയ്യൻ വീടിന്റെ മുറ്റത്ത് പുല്ല് പറിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അത്ഭുതമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൂതന്മാരെ കൊണ്ട് നീ കൊണ്ടുവരണമേ എന്ന്. അവന് വന്ന് ഇന്നലെ എന്റെ വീട്ടിൽ വന്നായിരുന്നു. എന്റെ പേര് ട്രീസ എന്നാണ്. ഞാൻ മൂലമാണ് ഒരു വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പൊ അവൻ എന്നോട് പറയാ, ഞാൻ ട്രെയിൻ കയറി, വർത്താനം പറയാത്ത ആൾ കുറെയൊക്കെ വർത്താനം പറഞ്ഞു എന്റെ അടുത്ത്. ട്രെയിൻ കയറി വീണ് ചോര വന്നു, അവിടെ പൊട്ടി, കഴുത്തിന്റെ അവിടെ ഒരു പൊട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവരും വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, കർത്താവ് നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരിച്ചു കിട്ടിയപ്പോ സന്തോഷിച്ച കഥ, മകൻ നഷ്ടപ്പെട്ടു, ബ്രഹ്മ നഷ്ടപ്പെട്ടു, നമുക്ക് ഇവൻ വന്നിട്ട് വേണം ആഘോഷിക്കാന്ന് പറഞ്ഞു. ഇവൻ വന്ന വഴി ഞാൻ ഇവിടുന്ന് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ പോയി സന്തോഷമായി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. കുടുംബക്കാര് പറയുന്നത് ഇവരെ ഒളിപ്പിച്ചിട്ട് കൊണ്ടുവന്നാന്ന് പറയുന്നത്. ആർക്കും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കോഴിക്കോട് വരെയുള്ള ഏതോ ട്രെയിനിൽ ദൈവം കയറ്റി വിട്ട്. വേറെ ഏത് ട്രെയിനിൽ പോയാലും അവൻ നോർത്ത് ഇന്ത്യയിലേക്ക് എല്ലായിടത്തും പോയിരുന്നെങ്കിൽ ഒരു പിടി കിട്ടൂല, നശിട്ട് നോക്കിയാൽ കിട്ടൂല. എന്നാൽ ദൈവം എത്ര നല്ലവനാണ്. 15 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് കോഴിക്കോട് വന്ന് ഇറങ്ങി. തന്നെ കോഴിക്കോട് എത്തി അവൻ നടന്ന് വീട്ടിനകത്ത് കയറി, താടി മുടിയൊക്കെ വളർത്തി ഒരു 15 ദിവസമായിട്ട് കൂറ വേഷത്തിൽ വീട്ടിനകത്ത് കയറി. ദൈവം അത്ഭുതം ചെയ്ത് പ്രാർത്ഥന കേട്ട് പാസ്റ്റർ എന്ന് പ്രാർത്ഥിച്ചപ്പോ അവന്റെ അവസ്ഥകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഇപ്പൊ അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം. അവന്റെ നാവിന്റെ കെട്ടഴിയണം, ചെവി കേൾക്കണം, ഒരു അത്ഭുതമാക്കി. അവനും അവന്റെ പെങ്ങളുണ്ട് ആശ, ഞങ്ങളന്ന് എറണാകുളത്ത് വന്നതാണ്. പാസ്റ്റർ പ്രാർത്ഥിച്ച കുടുംബമാണ് അത്. ദൈവത്തെ സ്തുതിക്കും, കൊടാനുകൊടി തീർച്ചയായിട്ടും രജിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പ്രാർത്ഥന വിഷയം തന്നെയായിരുന്നു. മകൻ നഷ്ടപ്പെട്ടു പോകുന്ന തന്നെ വിധി പറഞ്ഞതാണ്. പക്ഷേ കർത്താവിന്റെ കൃപയാൽ ഇന്ന് പ്രിയമക്കളുടെ വിശ്വാസം പോലെ തന്നെ അവൻ മടങ്ങി വന്നു. പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലോട്ട് അവൻ പോകുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവനെ കാണാൻ പോലും കഴിയത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ് എന്ന വിശ്വസ്തൻ, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ മകനെ കാണുവാനും മടങ്ങി വരുവാനും തിരിച്ച്, ഇനി മാത്രമല്ല അവൻ സംസാരിക്കും, അവൻ മറ്റു മനുഷ്യനെ പോലെ ഇടപെടും. കാര്യം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലാത്തത് കൊണ്ട് അത് ഞങ്ങൾ ഇനിയും കേൾക്കും. ഇനിയും കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും പിന്നെയും ചെയ്യുക. ദേശങ്ങളെ, പട്ടണങ്ങളെ കർത്താവ് അവകാശമാക്കി തരും കേട്ടോ. ഗോഡ് ബ്ലെസ് യു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹലോ ബ്രദറെ, പറഞ്ഞു. ബ്രദറെ ഹലോ. എന്തോ ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ശരിക്കും എനിക്ക് കുറച്ച് 2-3 മിനിറ്റ് ബ്രദറെ വേണം. ഞാൻ കോട്ടയത്ത് മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി കോട്ടയത്ത് മീറ്റിങ്ങിന് ബ്രദറിനോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ. അപ്പൊ ഖത്തറിൽ എനിക്ക് അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് കഴിഞ്ഞ് എനിക്ക് പുതിയൊരു ജോലി കിട്ടിയായിരുന്നു, ഉയർന്ന ശമ്പളത്തോടു കൂടി. അപ്പോൾ ആ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ പഴയ ജോലി റെസിഗ്നേഷൻ കൊടുത്തായിരുന്നു. കാരണം ഹസ്ബൻഡിന്റെ ഫാമിലി സ്പോൺസർഷിപ്പിലോട്ട് പോയിട്ട് ആ ജോലിയിലോട്ട് കയറാൻ വേണ്ടി. പക്ഷെങ്കിൽ ആ റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞ് മറ്റേ ജോലിയിലോട്ട് പോകാൻ ടൈം ആയപ്പോഴത്തേന് ഹസ്ബൻഡിന്റെ ഫാമിലി വിസ അവിടെ ബ്ലോക്ക് ആയി. പിന്നെ എനിക്ക് അങ്ങനെ പോകാൻ പറ്റാതെ വന്നു. ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. ജോലി കിട്ടിയ കമ്പനിക്ക് വിസ ഇല്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ബ്രദർ എന്നോട് പറഞ്ഞു ദൈവം അനുഗ്രഹിക്കുന്ന ഒരു 20-ാം തീയതി ദൈവം എനിക്ക് ബ്രദർ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മുയല് ഇല്ലാത്ത ഒരു മുയൽകൂടിന്റെ അത് എനിക്ക് നാട്ടിലെ വീട്ടിലല്ല, എന്റെ ഖത്തറിലെ വീട്ടില് ഒരു മുയൽ കൂടുണ്ടായിരുന്നു. ആ കൂട്ടിലിപ്പോ മുയലില്ല. അപ്പൊ തോമസ് മുഖേന ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഈ വിസയുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ ശരിക്കും ഞങ്ങൾക്ക് ഒരു പ്രൈവറ്റ് കമ്പനി വിസ തരാമെന്ന് പറഞ്ഞു, പൈസ കൊടുത്തിട്ട്. പക്ഷെ അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ശരിക്കും സാമ്പത്തികമായിട്ട് നല്ല കടബാധ്യതയിലൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഒട്ടും പൈസ ഇല്ലായിരുന്നു. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പം തോമസ് എന്ന് മുഖേന ദൈവം അനുഗ്രഹിക്കുമെന്ന് ബ്രദർ പറഞ്ഞപ്പോ എന്റെ അനിയത്തി എന്നോട് പറഞ്ഞു, എന്റെ അനിയത്തി പൈസ തരാം, അപ്പം ചേച്ചി അത് ആ പൈസ കൊടുത്ത് വിസ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ പറഞ്ഞു. എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ പേരാണ് തോമസ്. തോമസിന്റെ അക്കൗണ്ട് മുഖേനയാണ് എനിക്കിപ്പോ പൈസ വന്നു. ഞാൻ ആ പൈസ എടുത്തു. ഇപ്പൊ എനിക്ക് വിസ റെഡിയായി ബ്രദറെ. അതുപോലെ ഇന്നലെ എനിക്ക് വിസ റെഡി ആയിട്ട് അത് വിസയ്ക്കകത്തുനിന്ന് ശരിക്കും പ്രിന്റ് അവർ എടുക്കുന്നില്ലായിരുന്നു. മെഡിക്കൽ കഴിഞ്ഞ് വിസ റെഡി ഫോർ പ്രിന്റ് തന്നെ കിടക്കുമായിരുന്നു, അത് എടുക്കുന്നില്ലായിരുന്നു. ഞാനുള്ള സത്യം പറയാം ബ്രദർ, എന്റെ മനസ്സിൽ ശരിക്കും നല്ല ഭയമുണ്ടായിരുന്നു അതെങ്ങനെയാകും. കാരണം എവിടൊക്കെ ഞങ്ങൾ പൈസ കൊടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം ഞങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നത്.
ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഗുണമോ ഒന്നും കിട്ടില്ല. കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ബ്രദറിന്റെ ഒരു ആലോചന അല്ല ബ്രദർ, ഇന്നലെ ബ്രദറിന്റെ ആ വചനം എന്നെ ശരിക്കും എന്നെ എഫക്ട് ചെയ്തു, പരീക്ഷയിൽ കൂടി അത്. അപ്പം ബ്രദർ പറയുന്നുണ്ട്, കർത്താവ് നിന്റെ കൂടെ, നീ ഭയപ്പെടുകയില്ല. അപ്പൊ ആ വചനം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ബ്രദർ. ഇന്നലെ ഞാൻ ശരിക്കും ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അപ്പൊ കർത്താവ് എന്റെ കൂടെ എഴുന്നേറ്റപ്പോഴും കിടന്നപ്പോഴും എല്ലാം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേന് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, വിസ ഓപ്പൺ ആയി, വിസ റെഡി ആയെന്ന്. എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് സന്തോഷമാണോ എനിക്ക് അറിയില്ല ബ്രദർ. എനിക്ക് ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇനി എനിക്കിപ്പോ എന്റെ ആ പറഞ്ഞു എപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചോണ്ട്, അങ്ങനെയാണ് ഞങ്ങൾ ആ പൈസ കൊടുക്കുന്ന ആ വിസയ്ക്ക് തന്നെ ഞങ്ങൾ ശ്രമിച്ചത് പോലും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവര് പറയുന്നു ഇന്ന ദിവസം ജോയിൻ ചെയ്യണം, 31-ാം തീയതി ലാസ്റ്റ് ഡേ ആണ്. പക്ഷെ അതും അവര് കടന്നു. 9-ാം തീയതി ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞു, അതും കടന്നു. ഇപ്പൊ അവരെന്നോട് ലാസ്റ്റ് 13-ാം തീയതി ജോയിൻ ചെയ്യണമെന്ന് ലാസ്റ്റ് പറഞ്ഞതാ. പക്ഷെങ്കിൽ അതിന് കാര്യങ്ങൾ നാളെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാളെ പോവുകയാണ് ബ്രദറെ ഖത്തറിലോട്ട്. ആമേൻ. വലിയൊരു അത്ഭുതമാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം ബ്രദറെ. കാരണം വിസ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ്. ഹലോ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഹലോ, അതായത് കർത്താവ് പ്രിയ സിസ്റ്റർ പറഞ്ഞത്, കർത്താവ് പ്രിയ സിസ്റ്ററുടെ ആലോചന പറഞ്ഞതാണ് അല്ലെ. ആ കുടുംബത്തെ കർത്താവ് ഒരു അടയാളം കർത്താവ് കാണിച്ചു. ഒരു മുയൽ കൂടെ ഒരു വീടാണ്. അതിന്റെ അകത്ത് ഇപ്പം മുയലില്ല അല്ലെ, അങ്ങനെ ഇല്ലാത്തൊരു ഭവനമാണ്. അതിന്റെ അകത്ത് കർത്താവ് ഒരു തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം കർത്താവ് ഒരു വഴി തുറക്കുമെന്ന് പറയാൻ ഇടയായി തീർന്നു. പ്രിയ സിസ്റ്റർ പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് വല്ലോ സിസ്റ്റർ ഞങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ വല്ലോ, വീടിന്റെ അടയാളോ കാര്യങ്ങളോ എല്ലാം പറഞ്ഞു? കാര്യങ്ങളും വീടിന്റെ അടയാളങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ ബ്രദർ വേറൊരു ആലോചന കൂടി ബ്രദർ പറഞ്ഞായിരുന്നു. ഈ പ്രാവശ്യം 27-ന് ഞങ്ങളുടെ അലമാരിക്കകത്ത് ഒരു കലണ്ടർ വെച്ചിരിക്കുന്നു. അത് ശരിക്കും ഞങ്ങൾ ഖത്തറിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചു വെച്ചിരുന്ന. അതെന്റെ ഹസ്ബൻഡ് ഏറ്റെടുത്തിരുന്നു. സ്പർശിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ആലോചന കൂടി ബ്രദർ പറഞ്ഞിരുന്നു ബ്രദർ. അതെന്റെ ഹസ്ബൻഡ് അന്ന് ഏറ്റെടുത്തിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ പോലെ പ്രവചന നിവൃത്തിയാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ഇന്ന് ആ ഭവനത്തെ നോക്കിയിട്ട് ദൈവാത്മാ പ്രവചിക്കുവാൻ ഇടയായി തീർന്നു. ആ ഭവനത്തിന്റെ അടയാളം അത് കർത്താവ് ഒരു തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ, എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്, അനിയത്തിയുടെ ഹസ്ബൻഡ്, ഈ വ്യക്തിയുടെ കാര്യം പോലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ മുന്നമേയല്ലോ. ഇല്ല ബ്രദർ. കർത്താവ് അത് മുന്നമേ ഈ വ്യക്തിയാണ് ഫിനാൻഷ്യലി അവരെ ബാങ്കിലൂടെ സഹായിക്കാൻ ഇടയായി തീർന്നത് ആ സമയത്ത്. അപ്പൊ കർത്താവ് എല്ലാം മുൻകൂട്ടി കർത്താവ് വരാൻ പോകുന്ന നന്മയെ കർത്താവ് അത് പ്രവചനാത്മാവിലൂടെ പ്രവചിച്ചു. ഇന്ന് അതിന്റെ സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആ രാജ്യത്ത് പോകുക. ദൈവം അനുവദിച്ച നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ മീറ്റിംഗിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ആ രാജ്യത്ത് നമുക്ക് ഒരുമിച്ച് നമുക്ക് ആ രാജ്യത്ത് വെച്ച് കാണാം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഉള്ളവരൊക്കെ തയ്യാറായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് എല്ലാം ഒരുമിച്ച് കാണാം. വൻ കാര്യങ്ങളെ കർത്താവ് സിസ്റ്ററെ ഗോഡ് ബ്ലസ് യു. കർത്താവ് ഏറ്റവും മനോഹരമായിട്ടായിരിക്കും അവിടെ പോയി. കർത്താവ് ഞങ്ങൾ അവിടെ പോയി കർത്താവിന്റെ നാമത്തിൽ നിൽക്കും. ആ രാജ്യത്തിന്റെ നന്മ അനുഭവിക്കുന്നു. ഇപ്പോഴേ പറഞ്ഞു ആ വഴി സ്വർഗം തുറക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും പറഞ്ഞു? ഒരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. കുറച്ച് ദിവസം മുമ്പ് എനിക്ക് തലയും കൈയും കാലും ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഹാർട്ടിനും പ്രോബ്ലം ഉള്ളതുപോലെ ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളത് കാരണം അപ്പൊ മരുന്ന് മേടിക്കാൻ പോണോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഹസ്ബൻഡിനോട് പറഞ്ഞാ ഇപ്പൊ പോകാമെന്ന് പറയാം. ഞാൻ പോയില്ല. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ വേദനയൊക്കെ ഇതിലേ പോയെന്നറിയത്തില്ല. അതൊരു സാക്ഷ്യം. പിന്നെ ഒരു ദിവസം ഒരു ഗ്യാസ് സിലിണ്ടർ തീർന്നു പോയായിരുന്നു. അപ്പൊ അത് പുറത്തായിരിക്കുന്നു. അത് എടുത്തോണ്ട് വരണമെങ്കിൽ എനിക്ക് തന്നെ പറ്റത്തില്ല. വീട്ടിൽ ആളില്ല. എനിക്ക് കുക്ക് ചെയ്യുകയും വേണം. അങ്ങനെ ഞാൻ പറഞ്ഞു, യേശുപ്പ ഞാൻ തന്നെ ഉള്ളു ഗ്യാസ് എടുത്തോണ്ട് എനിക്ക് എടുത്തു വെക്കണം, എനിക്ക് സഹായിക്കണമെന്നും പറഞ്ഞ് ഞാൻ പോയി ആ ഗ്യാസ് എടുത്തു. അല്ലെങ്കിൽ അത് എടുത്തോണ്ട് വരണമെങ്കിൽ ഭയങ്കര വെയിറ്റാ.
ഇത് കാലി ഗ്യാസ് സിലിണ്ടർ എടുത്തോണ്ട് വരുന്ന പോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുവന്ന് വെച്ചത് സെറ്റാക്കി. പിന്നെ ഒരു സാക്ഷികൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞങ്ങളൊരു ഫംഗ്ഷൻ പോയേക്കുവായിരുന്നു. അപ്പൊ കാതിൽ ഒരു കമ്മൽ ഇട്ടുണ്ട്. എപ്പോഴും ഞാൻ ഡെയിലി അല്ല 2 ദിവസത്തിൽ ഒരിക്കൽ നോക്കും. യാത്രയൊക്കെ ചെയ്ത കാരണം നോക്കാനേ മനസ്സ് ആ ദിവസം ഓർത്തില്ല. അങ്ങനെ ഞങ്ങള് കാറിൽ കയറി വീട്ടിലേക്ക് പോകാൻ നേരമായിട്ട് അപ്പൊ എന്നോട് മനസ്സ് പറയും എന്റെ കമ്മലിന്റെ ആണി നോക്കുന്നു. അപ്പൊ നോക്കിയപ്പോ അതിന്റെ ആണി കാണുന്നില്ല. അത് ഇച്ചിരോടെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ വേറെ ഒരിടത്ത് ഇറങ്ങി ടോയ്ലറ്റിലൊക്കെ പോകുമ്പം ഈ മുന്നിലത്തെയും പോയാൽ അപ്പൊ നോക്കിയപ്പോ ഇങ്ങനെ എന്തോ മേത്തോട്ട് ഇങ്ങനെ തടയുന്ന പോലെ തോന്നി. പക്ഷെ നോക്കിയപ്പോ അത് ഡ്രസ്സിന്റെ അകത്തോട്ട് തന്നെ വീണ് അത് എടുത്തു. ആ ഒരു സെക്കൻഡ് ആ ഓർമ്മിപ്പിച്ചില്ലേ, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു നിർദർശനമായി. അങ്ങനെ അതും നഷ്ടപ്പെടാതെ എനിക്ക് കിട്ടി. അങ്ങനെ ഒത്തിരി ദൈവത്തിന് നന്ദിയുണ്ട്. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ കർത്താവിനെ കൃപയിലെസ് പറഞ്ഞുള്ളത് കർത്താവ് കൊടുത്ത രോഗസൗഖ്യത്തിന് നഷ്ടപ്പെട്ട നന്മ നമ്മുടെ കയ്യിൽ തന്നെ എത്തുവാൻ തക്കവണ്ണം അത് നിവൃത്തി കാണുവാൻ കർത്താവ് ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ കൃപ. എനിക്കറിയാം സമയം ഒത്തിരി മുന്നോട്ടെങ്കിലും കർത്താവ് ചെയ്ത വലിയ സാക്ഷ്യങ്ങൾക്കായി നന്ദി പറയുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഞാൻ കഴിഞ്ഞ മാസം 5-ാം തീയതി ഞങ്ങൾ വാടക കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹൗസ് ഓണർ ഞങ്ങളോട് വീട് കാലി ചെയ്യണം പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആകെ ടെൻഷനായി. വീട് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും ഒന്നും അറിയാണ്ടിരുന്ന ഒരവസ്ഥയിൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ പെരുവഴി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ ഒരു സമയത്ത് എങ്ങനെയും നടക്കില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു വീട് വാങ്ങിക്കാനും അന്ന് അഡ്വാൻസ് കൊടുക്കുന്നതായിട്ട് ഞാൻ ബ്രദറിനോട് ഇങ്ങനെ ഇതിൽ പറഞ്ഞിരുന്നു. എനിക്ക് അറിയത്തില്ല എങ്ങനെ 5 പൈസ പോലും കയ്യിൽ ഇല്ലാണ്ടിരുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് 25 ലക്ഷത്തിന് ഒരു വീട്, എല്ലാ സൗകര്യങ്ങളും. അപ്പം ഞാൻ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അജിദാസിൽ ഒരു വചനം തന്നായിരുന്നു. ഞാൻ നിറയ്ക്കാതെ സകല സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന വീടുകളും ഞാൻ കുഴിക്കാത്ത കിണറുകളും ഞാൻ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും എനിക്ക് തരികയും ഞാൻ നിന്ന് തൃപ്തിപ്പെടുകയും ചെയ്യുന്നുള്ള വചനം ഞാനത് എഴുതുന്നുണ്ടായിരുന്നു. അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് പെട്ടെന്ന് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീട് ബ്രദറെ. കുഴൽക്കിണറുണ്ട്, വീടെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, 4.5 സെന്റ് സ്ഥലം, 25 ലക്ഷത്തിന് ഞങ്ങൾക്കത് ഉറപ്പിച്ചു. അഡ്വാൻസ് കൊടുത്തു. ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങി, എഗ്രിമെന്റ് എഴുതി താമസം തുടങ്ങി. പൈസ മുഴുവൻ കൊടുത്തിട്ടില്ല. 1 മാസത്തെ അവധിക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു അനുഗ്രഹം ഞാൻ ഈ പ്രാർത്ഥന വന്നതിന് ശേഷം എനിക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റില്ലാത്ത രീതിയിൽ ദൈവം എനിക്കൊരു വീട് തന്നു. ഭയങ്കര അത്ഭുതം, മിറക്കിൾ എന്ന് പറഞ്ഞ വലിയൊരിതാണിത് എനിക്ക്. ഞാൻ ഈ പ്രാർത്ഥന വന്നതിന് ശേഷമാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരത്തിലാണ്. അവിടെ എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഇനി സൈഡിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഞങ്ങൾ വന്ന എല്ലാ കാര്യങ്ങളും ദൈവം എനിക്കെല്ലാം ചെയ്തു തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ടൈലറിംഗ് ഒക്കെ മുടങ്ങി കിടക്കുന്ന ഒരു മാസം വരുമാനം ഇല്ലാതിരിക്കുവാണ്. എല്ലാം നല്ല രീതിയിൽ വരുവാൻ വേണ്ടിയിട്ടും എല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയ്ക്ക്. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. എന്ന് കർത്താവിന്റെ വചനം ഏറ്റുപറഞ്ഞ് ഭവനമില്ലായിരുന്നവർക്ക് നമ്മളെപ്പോഴും ഇന്ന് പറഞ്ഞതുപോലെ തന്നെ വാക്യം തന്നെ എടുത്ത് പറയുവാൻ ഇടയായി തീർന്നു. എനിക്ക് വീടല്ല, വീടുകൾ തരുമെന്ന്, നീ കുഴിക്കാത്ത കിണറുകൾ തരുമെന്ന്, നട്ടു നനയ്ക്കാത്ത മുന്തിരിത്തോട്ടം തരുമെന്നു, സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഭവനം തരുമെന്നുള്ള വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. സ്വന്തമായി ഒരു ഭവനം ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇസ്രായേൽ ധൈര്യത്തോടെ ഇരിക്കുക. ആ ദേശത്ത് ഭവനം തന്ന ദൈവം അവിടെ നന്മ തരും. ബിസിനസ്സിലും എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വർധനവ് തരും. സമൃദ്ധിയോടെ ദൈവം നിങ്ങളെ നടത്തുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇന്ന് കേട്ട വചനം മറന്നു പോകരുത്. വചന സന്ദേശം വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വചനം കേൾക്കുക, ശക്തിപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്കറിയാം സമയം ഒത്തിരി മുന്നോട്ട് പോയി. നാളെ നമുക്ക് പിന്നെയും ഒരുമിച്ച് കൂടാം. വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഈ നിമിഷം നിങ്ങൾക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ഒരു നിമിഷം ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ഇനി നടക്കാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകളെയും ഓർത്ത് നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. യേശു ക്രിസ്തുവിൽ നമുക്ക് ഒരുമിച്ച് പിന്നെയും കൂടാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. പല പട്ടണങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിലെടുക്കാം. ജോലിയിലും ബിസിനസ്സിലും വർധന ഉണ്ടാകട്ടെ. നന്മ
കൃപയും കരുണയും അവരുടെ പുറകെ വരട്ടെ. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. എല്ലാ ഞെരുക്കവും മാറി മിറക്കിൾ മണി ഉണ്ടായി വരട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പം എല്ലാവരും ദൈവത്തെ സ്തുതിക്കാൻ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന് വചനം പറയുന്നല്ലോ. ആ വചനങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ നിമിഷം തന്നെ എല്ലാവരും ദൈവസന്നിധി സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ മുമ്പിലേക്ക് കർത്താവ്